Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. 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 Praise the Lord. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമുക്ക് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ദൈവതൃപാദത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ രക്ഷകനായിരിക്കുന്ന, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപാദത്തിൽ നമുക്കായിരിക്കാം. സകല മഹത്വവും നമുക്ക് കർത്താവിന് അർപ്പിക്കാം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 3-ാമത്തെ ദിനം രാത്രിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഇന്ന് രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാം. എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആയിരുന്നാട്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പൂർണ്ണമായും ദൈവതൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ വിടുവിച്ചു, നമ്മെ നടത്തി, പരിശുദ്ധന്റെ സന്നിധിയിൽ നമ്മെ തന്നെ മുറ്റുമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സകല മഹത്വവും നമ്മുടെ കർത്താവിന് നമുക്ക് അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പ്രിയ അനിയൻ വർഗീസ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി നമ്മോട് വചനം സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഒരുമിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്, ആരും ഇന്ന് രാത്രിയിൽ മൗനമായിരിക്കരുത്. നാം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അപ്പാ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. ആരാധനയ്ക്ക് വലിയവനായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ മുറ്റുമായും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അനുഭവിക്കണം. ഒരു വലിയ ദൈവകൃപ ഇന്ന് രാത്രിയിൽ അനുഭവിക്കണം. അതിനായി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സകല മഹത്വവും കർത്താവിന്, സകല പുകഴ്ചയും കർത്താവിന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ബിജു ബേബി പാസ്റ്റർ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട് ഒരു സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് രാത്രിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സകല മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു, സകല പുകഴ്ചയും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ നാം എല്ലാവരും ചേർന്ന് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ക്ലാസ് വളരെ അനുഗ്രഹമായി ഇന്ന് രാത്രിയിൽ നടക്കണം. ക്ലാസ്സുകൾ നയിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. കർത്താവ് ബലം കൊടുക്കുവാൻ, കർത്താവ് ആരോഗ്യം കൊടുക്കുവാൻ, കർത്താവ് ഏൽപ്പിച്ചത് ഇന്ന് രാത്രിയിൽ നമുക്ക് വിളമ്പി തരുവാൻ കർത്താവ് സഹായിക്കണനായി ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ മുറ്റുമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ക്ലാസ് ആരംഭിച്ച സമയം മുതൽ അവസാനിക്കുന്നിടം വരെ ദൈവകൃപയുടെ മറവിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണനായി നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബിജു ബേബി പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വൈകുന്നേര സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രിയിൽ ഈ കർത്താവെ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കർത്താവെ ശ്രമങ്ങളിലൊക്കെ ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം കൃപയും അനുഭവിക്കാനിടയായി. കർത്താവിന്റെ ആദ്യ കൃപ അനുഭവിക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഈ രാത്രി സമയം കർത്താവെ അവിടുത്തെ വചന പഠനത്തിനായി ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നുവല്ലോ. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രി ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഈ വചന പഠനം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാകുവാൻ, ആത്മീകമായ മുന്നേറ്റത്തിനും ആത്മീക വളർച്ചയ്ക്കും കാരണമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൂടി വന്ന എല്ലാ നിന്റെ മക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. ജോൺ മാത്യു പാസ്റ്ററിനായി സ്തോത്രം, ദാസനെയും ബലപ്പെടുത്തിയല്ലോ. പിന്നെയും കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ ദാസൻ പ്രിയ അനിയൻ വർഗീസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദാസനെയും കർത്താവ് ആമേ തക്ക സമയത്ത് എഴുതി കർത്താവിന്റെ പാതപ്പെടുത്തികളായിപ്പാൻ ദൈവം സഹായിച്ചു. ദാസനെ കർത്താവ് ശൈത്യീകരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവ് ഉയരത്തിൽ വലിയ ജ്ഞാനത്താൽ ദാസനെ അവിടുന്ന് ഇറക്കിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിലപിക്കാറാകുന്നില്ല നിന്റെ മക്കളെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ, അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാനും കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മീറ്റിംഗിന്റെ ആദ്യോടൊന്നും കർത്താവിന്റെ ആത്മാവ് കൂടെ ഇരുന്ന് ഭരിച്ചു നടത്തുമാറാകണം. ഞങ്ങൾ വിവിധ ഇടങ്ങളിലൊക്കെ ഞങ്ങളായിരിക്കുന്നുവെങ്കിലും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധി ഞങ്ങളായിരിക്കുന്നല്ലോ. കർത്താവേ, അവിടുത്തെ കൃപയെ അനുഭവിപ്പാൻ പിന്നെ ഞങ്ങളെ സഹായിക്കണമേ. നന്മോട് കർത്താവ് നിറയ്ക്കുമാറാകണമേ. എല്ലാ മാനമുഖത്തും കർത്താവ് എടുക്കണമേ. പ്രാർത്ഥനയോട് നീട്ടത്തിനായി സ്തോത്രം. യേശുവിന്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ എടുക്കണമേ. പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രിയിൽ പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിനായി കർത്താവിന്റെ ദാസൻ ഫിന്നിയെ ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് വിവിധ ഇടങ്ങളിൽ സാഹചര്യങ്ങളിലൊക്കെ സൂം മീറ്റിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിലുമായിരിക്കുന്നു. നാം ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. പ്രകാരം കർത്താവിനെ മഹത്വം കൊടുക്കുവാൻ രാത്രി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദയയാണ് നമ്മെ നടത്തുന്നത്, വിശ്വസ്തയാണ് നമ്മെ ഓരോ നിമിഷവും പരിപാലിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭക്തർ നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തതുപോലെ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ നമുക്ക് ഒന്നിച്ച് പാടി മഹത്വപ്പെടുത്താം. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. തന്റെയാ എന്നേക്കുമുള്ളതല്ലോ, വൻകൃപ തന്നു നടത്തുന്നല്ലോ. തന്റെയാ എന്നേക്കുമുള്ളതല്ലോ, വൻകൃപ തന്നു നടത്തുന്നല്ലോ. ഭക്തരവൻ കൃപയ്ക്കൊത്തതുപോ നിത്യവും സ്തുതി പാടിടട്ടെ. ഭക്തരവൻ കൃപയ്ക്കൊത്തതുപോ നിത്യവും സ്തുതി പാടിടട്ടെ. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. മർത്യനിൽ ആശ്രയിക്കുന്നതെക്കാൾ കർത്തനിൽ ആശ്രയിക്കുന്നവൻ താൻ. മർത്യനിൽ ആശ്രയിക്കുന്നതെക്കാൾ കർത്തനിൽ ആശ്രയിക്കുന്നവൻ താൻ. അന്യനെന്നാളും ഇപ്പാരിടത്തിൽ വന്യഭോജങ്ങൾ താങ്ങുമവൻ. അന്യനെന്നാളും ഇപ്പാരിടത്തിൽ വന്യഭുജങ്ങൾ താങ്ങുമവൻ. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. സ്നേഹത്തിൻ ശാസനകൾ വരുമ്പോൾ, ഭാരങ്ങൾ വൃത്തിനെ മൂടിടുമ്പോൾ. സ്നേഹത്തിൻ ശാസനകൾ വരുമ്പോൾ, ഭാരങ്ങൾ വൃത്തിനെ മൂടിടുമ്പോൾ. പൊൻകരത്താ താങ്ങി നടത്തിടും വൻ കൃപയാ. കാരുണ്യമേറും പൊൻകരത്താ താങ്ങി നടത്തിടും വൻ കൃപയാ. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം, മഹോന്നത ദേവനെ വാഴ്ത്തുക നാം. എന്നാളും എന്തെന്തു യാചിക്കിലും എപ്പോഴും
നൽകിയിടുന്നായതെല്ലാം എന്നാളും എന്തെന്തു യാചിച്ചിരും എപ്പോഴോ നൽകിയിടുന്നായതെല്ലാം പ്രാർത്ഥന കേൾക്കും നായകൻ താൻ വാക്കുമാറാത്ത വല്ലഭനാം പ്രാർത്ഥന കേൾക്കും നായകൻ താൻ വാക്കുമാറാത്ത വല്ലഭനാം യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം മഹോന്നത ദേവനെ വാഴ്ത്തുക ഹല്ലേലൂയ യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം മഹോന്നത ദേവനെ വാഴ്ത്തുക നാം തന്റെയാ എന്നേക്കുമുള്ളതല്ലോ വൻകൃപ തന്നു നടത്തുന്നല്ലോ ആമേൻ തന്റെയാ എന്നേക്കുമുള്ളതല്ലോ വൻകൃപ തന്നു നടത്തുന്നല്ലോ ഭക്തരവൻ കൃപയ്ക്കൊത്തതുപോ നിത്യവും സ്തുതി പാടിടട്ടെ ഭക്തരവൻ കൃപയ്ക്കൊത്തതുപോ നിത്യവും സ്തുതി പാടിടട്ടെ യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം മഹോന്നത ദേവനെ വാഴ്ത്തുക നാം യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം മഹോന്നത ദേവനെ വാഴ്ത്തുക നാം സ്നേഹത്തിൻ ശാസനകൾ വരുമ്പോൾ ഭാരങ്ങൾ വൃത്തിനെ മൂടിടുമ്പോൾ സ്നേഹത്തിൻ ശാസനകൾ വരുമ്പോൾ ഭാരങ്ങൾ വൃത്തിനെ മൂടിടുമ്പോൾ കാരുണ്യമേറും പൊൻകരത്താൽ തങ്ങി നടത്തിടും വൻകൃപയാൽ കാരുണ്യമേറും പൊൻകരത്താൽ തങ്ങി നടത്തിടും വൻകൃപയാൽ യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം മഹോന്നത ദേവനെ വാഴ്ത്തുക നാം യഹോവയ്ക്കു സ്തോത്രം ചെയ്തിടുക നാം മഹോന്നത ദേവനെ വാഴ്ത്തുക നാം ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല നിന്റെ കാലുകളിടറുകില്ല നിന്റെ കാലുകളിടറുകില്ല ചെങ്കടൽ പിളർന്നു വഴി നടത്തും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറൂ അവൻ ചെങ്കടൽ പിളർന്നു വഴി നടത്തും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറൂ എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴൂ യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴൂ യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല നിന്റെ കാലുകളിടറുകില്ല നിന്റെ കാലുകളിടറുകില്ല ആമേ രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല ആഭിചാരം യാക്കോബിനു പാലിക്കയില്ല ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കുകില്ല ആഭിചാരം യാക്കോബിനു പാലിക്കയില്ല ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കുകില്ല ഇന്നു വന്ന മിസ്രൈമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല
ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. മാലകളെ ഇടിച്ചു നിരത്തുമവേ, കുന്നുകളെ തവിടു പൊടിയാക്കിടോ. മലകളെ ഇടിച്ചു നിരത്തുമവേ, കുന്നുകളെ തവിടു പൊടിയാക്കിടോ. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മുസ്ലിമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി നടത്തും. യോർദാൻ രണ്ടായി പിരിഞ്ഞു. പിളർന്നു വഴി നടത്തും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറോ. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴോ. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴോ. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ ഇന്നു വന്ന കഷ്ടമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ഓ രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനെ ഏൽക്കയില്ല. ആഭിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനെ ഏൽക്കയില്ല. ആമേൻ. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വാരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രികാലം പ്രൈസ് ദി ലോർഡ് നമ്മെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ തന്റെ ദയക്കൊത്തവണ്ണം നാം സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ മാധുര്യം എത്ര രുചിച്ചാലും മതിവരാതാണ്. പ്രൈസ് ദി ലോർഡ്. തേനിലും മധുരമായ പ്രൈസ് ദി ലോർഡ് ആ കർത്താവിനെ രുചിച്ചറിയുവാനാണ് പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഓരോ കൂട്ടായ്മകളിലും നമുക്ക് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് ആ കർത്താവിനെ ഇന്ന് രാത്രികാലം രുചിച്ചറിയുവാൻ? പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിന് കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പാട്ടുകൾ, ആരാധനകളൊക്കെ ആ കർത്താവിന്റെ മഹത്വത്തെ രുചിച്ചറിയുന്ന ഓരോ നിമിഷങ്ങളായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സർവമാണ് നമ്മുടെ കർത്താവ്.
ആമേൻ. നമുക്കായി ജീവൻ തന്ന കർത്താവിനെ ധ്യാനത്തോടെ നമുക്കൊന്ന് പാടി സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. തേനിലു മധുരമാ, തേനിലു മധുരമാ, തേനിലു മധുരമാ, തേനിലു മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവേ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻപേർക്കാൽ തന്നതിനാ, നീ എന്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ വീണ്ടും സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇതുവരെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. പാട്ടുകൾ പാടുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. തുടർന്നുള്ള വചനധ്യാനത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുഷിപ്പാൻ ദിവാസമരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങളെ ബലമാകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതിനെ കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യമേറിയ നല്ല ഈ രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനത്തെ ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ 2 ദിനങ്ങളിലായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 7 സഭകൾക്കുള്ള ദൂത് എന്ന വിഷയത്തിൽ നിന്നും കർത്താവിന്റെ അഭിഷിക്തൻ അനിയൻ വർഗീസ് അവറുകൾ നമ്മോട് സംസാരിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും അതിന്റെ തുടർച്ചയായി നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ പലരെയും ഈ വിഷയമായി സംസാരിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിട്ടാണ് അവര് കാര്യങ്ങളെല്ലാം പറയുവാൻ തക്കോണം ഇടയായി തീർന്നത്. 1.5 മണിക്കൂർ പോയത് അറിയുന്നില്ല പാസ്റ്റർ എന്നാണ് പ്രിയ സഹോദരങ്ങൾ പറയുവാൻ തക്കോണം ഇടയായി തീർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസ്സുകൾ നയിക്കുവാൻ തക്കോണം കർത്താവിന്റെ അഭിഷിക്തനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസ് അവറുകൾ നമ്മളോട് വചനമായിട്ട് നമ്മുടെ മധ്യേ ആയിരിക്കും. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം ഔത്തപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഷാർജ ഫുൾ ഗോസ്പൽ ദൈവസഭയിലെ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്.
വീണ്ടും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ വിവിധ ബദ്ധപ്പാടുകളുടെ നടുവിലാണ് പ്രിയപ്പെട്ടവരായ നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് അറിയാം. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും സ്നേഹിക്കുന്നത് നിമിത്തം എല്ലാ ബദ്ധപ്പാടുകളുടെ നടുവിലും പ്രാർത്ഥനയോടെ കടന്നു വരാനും ഏകാഗ്രത ഹൃദയത്തോടെ ഇരിപ്പാനും കർത്താവ് സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ മുഖവുരയായി ചില കാര്യങ്ങളാണ് ഓർത്തത്. നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് 2-3 അധ്യായങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ നിന്നുള്ള സഭകൾക്കുള്ള ദൂതാണ്. എന്നാൽ നേരിട്ട് അതിലേക്ക് പ്രവേശിക്കാതെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഓടിച്ച് ചിന്തിച്ച് 2-ാം അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ സഭകൾക്കുള്ള ദൂതിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ച ആ വിഷയത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഇന്ന് പകൽ സംസാരിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള സമയം ഉണ്ടായിരിക്കുന്നതാണ്. ഒടുവിൽ ഒരു 10 മിനിറ്റ് അതിനായിട്ട് വേർതിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള വളരെ ജെനുവിനായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, വിവിധ വ്യക്തികൾ വിവിധ നിലകളിലാണ് അത് വ്യാഖ്യാനിച്ചു പഠിപ്പിക്കുന്നത്. വ്യാഖ്യാനത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ബരോവക്കാരെ പോലെ ആകുക എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 17-11 അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ, ഒരു സ്ഥലസഭയെ നമ്മൾ കാണുന്നുണ്ട്, ബരോവയിൽ ഉള്ളവർ. അവർ വളരെ ജാഗ്രതയോടെ ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് അങ്ങനെ തന്നെയോ എന്ന് വചനം പരിശോധിച്ച് പരിശുദ്ധാത്മാവിനാൽ ബോധ്യപ്പെടുകയും ചെയ്തു എന്നാണ് കാണുന്നത്. ആ നിലയിൽ ഞാൻ പറയുമ്പോൾ പോലും അത് അതുപോലെ സ്വീകരിക്കണമെന്നില്ല. പകരം പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ സഹായത്താൽ ദൈവവചനത്തിന് മുൻപാകെ ഇരുന്ന് പിന്നെയും ധ്യാനിക്കുകയും ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വചനപഠനത്തിന്റെ ശരിയായ രീതി. അതിന് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ വളരെ ജനുവനായി ഏതെങ്കിലും ഒരു വിശദീകരണം, ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മുഴുവനായുള്ള സംശയങ്ങൾ ചോദിക്കാൻ നമുക്ക് ദൈവം വെച്ചാൽ ഈ പാഠങ്ങൾ തീരുന്ന ദിവസം അതിനായിട്ട് അല്പസമയം വേർതിരിക്കാം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള സംശയങ്ങൾ ചോദിച്ചാൽ എനിക്കറിയാവുന്ന പോലെ അത് വിശദീകരിക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായം നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് കേൾക്കാം. 7 വാക്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ, ചെറിയ ഒരു വേദഭാഗമായതുകൊണ്ട് ആദ്യം നമുക്ക് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും തുടരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അല്ലാതായിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നതെന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ഭാഗത്ത് നിന്ന് നമുക്കിന്ന് എത്ര സമയം ചിന്തിക്കാൻ, എത്ര ഭാഗം ചിന്തിക്കാൻ കഴിയുമോ അത്രയും ചിന്തിക്കാം. അതിനെ കർത്താവ് ധാരാളം ദൈവകൃപ നമുക്ക് തരട്ടെ. 2-3 അധ്യായങ്ങളിലാണ് 7 സഭകൾക്കുള്ള ദൂത് നമ്മൾ കാണുന്നത്. ആ 7 സഭകളൊന്ന് ഓർത്തിരുന്നാൽ, ക്രമത്തിൽ ഓർക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ലതാണ്. വചന പഠനമാണല്ലോ, അതുകൊണ്ട് അതൊന്ന് ഓർക്കാമെങ്കിൽ, അക്രമത്തിൽ ഓർത്തിരിക്കാമെങ്കിൽ നല്ലതാണ്. അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. സാധാരണ നമുക്കറിയാം
പക്ഷെ അത് ഓർഡറിൽ ഓർക്കാൻ പലർക്കും ചിലപ്പോൾ പലപ്പോഴും കഴിഞ്ഞെന്നിരിക്കത്തില്ല. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇങ്ങനെയാണത്. ആ ക്രമത്തിൽ ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പ വഴി പറയാം. ESP TSP L എന്നൊന്ന് ഓർത്തിരുന്നാൽ മതി. ESP TSP L. അത് എളുപ്പം നമുക്ക് ഓർഡറിൽ ഓർക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ 2 S ഉണ്ട്, 2 P ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ എസും ആദ്യത്തെ പിയും എന്തിനെയാണ് കുറിക്കുന്നതെന്നും കൂടെ ഒന്ന് മനസ്സിൽ ഓർക്കേണ്ടി വരും. ആദ്യത്തെ എസ് സ്മുർണയും ആദ്യത്തെ പി പെർഗമോസിനെയാണ്. പിന്നെയും ഒരു എസ് ഉണ്ട്, അത് സർദീസും, പി ഉണ്ട്, അത് ഫിലദൽഫിയുമാണ്. അപ്പൊ അതൊന്ന് ഓർഡറിൽ ഓർത്തിരിക്കാൻ അത് വലിയ കാര്യമൊന്നുമല്ല, എന്നാലും നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി സഭകൾക്കുള്ള ദൂത് പഠിക്കാനായിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അത് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കാം. ഒന്ന്, ഈ സഭകൾക്കുള്ള ദൂത് ഓരോന്നും 4 വിധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓരോ ദൂതും, ഓരോ സഭയ്ക്കുള്ള ദൂതും 4 വിധത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. 1 ചരിത്രപരമായി, 2 പ്രവചനപരമായി, 3 എൻ്റെ സഭയ്ക്കുള്ളത് എന്ന നിലയിൽ, 4 എനിക്കുള്ളത് എന്ന നിലയിൽ. ഇങ്ങനെ 4 നിലയിൽ പഠിക്കാം. ഞാനത് അല്പം കൂടെ വിശദീകരിക്കാം. ഒന്നാമത് ചരിത്രപരമായി. ചരിത്രപരമായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ധാരാളം സ്ഥലസഭകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കർത്താവ് സെലക്ട് ചെയ്ത 7 സഭകൾക്കാണ് ഇവിടെ ദൂത് കൊടുത്തിരിക്കുന്നത്. കർത്താവ് തന്നെയാണ് ദൂത് കൊടുക്കുന്നത്. കർത്താവ് തന്നെയാണ് 7 സ്ഥലം സഭകളെ സെലക്ട് ചെയ്തത്. അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു സ്ഥലം സഭയാണ് എഫെസോ സഭ. ആ സഭയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്, അതാണ് ചരിത്രപരമായ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ചരിത്രത്തിൽ ഒരു സ്ഥലം സഭ എഫെസോസിൽ ഉണ്ടായിരുന്നു. ആ സഭയെക്കുറിച്ചുള്ള ഒരു പഠനം, അതാണ് ചരിത്രപരമായ പഠനം. രണ്ടാമത്തേത് പ്രവചനപരമായ പഠനമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്ഥലം സഭയും ഓരോ കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓരോ സ്ഥലസഭയും നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ സഭയും ഓരോ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഫെസോ സഭ, അത് 1-ാം നൂറ്റാണ്ടിലെ സഭകളുടെ ഒരു പൊതുവായ സ്വഭാവമാണ് അതിനെ കാണുന്നത്. പൊതുവായി 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു പൊതുസ്ഥിതി ഈ എഫെസോ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ തന്നെ ഏത് കാലത്തും അതുപോലുള്ള സഭകൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ പ്രധാനമായിട്ടും 1-ാം നൂറ്റാണ്ടിൽ ഇതായിരുന്നു അന്നുണ്ടായിരുന്ന സഭകളുടെ ഒരു പൊതുസ്ഥിതി. ഇപ്പൊ രണ്ടാമത്തേത് സ്മുർണയാണ്. സ്മുർണയെ കുറിച്ച് പഠിക്കുമ്പോൾ വേദ പഠിതാക്കൾ പറയുന്നതാണ്, അവർ പറയുന്നത് 2-3 നൂറ്റാണ്ടിലെ സഭകൾ എങ്ങനെയായിരുന്നോ അതിന്റെ ഒരു മോഡലാണത്. അങ്ങനെ എന്നാല് അങ്ങനെയുള്ള സ്ഥലസഭകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. വളരെ ചുരുക്കമായിട്ട് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ സഭ ലവോദിക്ക സഭയാണ്. അത് 1900 മുതലുള്ള കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ലവോദിക്ക കാലഘട്ടമാണ്. ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും എത്ര ശരിയാണ് എന്നുള്ളത്. ഇനിയൊരു സഭാ കാലഘട്ടം ഇല്ല എന്നും കൂടെ ഓർക്കണം. ലവോദിക്ക കാലഘട്ടത്തോടുകൂടെ സഭാകാലം തീരുകയാണ്. മറ്റൊരു വിധത്തിൽ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ കാലഘട്ടത്തിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. അടുത്തത് 3-ാം അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായം തുടങ്ങുമ്പോൾ ആദ്യ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ സ്വർഗം തുറന്ന് അവിടെ ഇവിടേക്ക് കയറി വരിക എന്ന് യോഹന്നാനോട് പറയുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ കാണുന്നത്. സ്വർഗം തുറന്നിട്ട് പറയാണ് ഇവിടേക്ക് കയറി വരിക. ആദ്യം കേട്ട ശബ്ദം എന്നാണ്, കർത്താവിന്റെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ഇവിടെ കയറി വരിക, അത് മധ്യാകാശത്തിൽ കർത്താവ് വന്ന് നമ്മളെ ചേർക്കുന്ന അതിന്റെ നിഴലാണ്, അതിന്റെ സൂചനയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ സഭാ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒടുവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്നുള്ള മനോഹരമായ ഒരു ഓർമ്മ നമുക്കവിടെ ലഭിക്കുകയാണ്. ഇതാണ് 2-ാമത്തെ നിലയിലുള്ള പഠനം, 2-ാമത്തെ രീതിയിലുള്ള പഠനം, പ്രവചനപരമായ പഠനം. ഇനി നമുക്ക് ഓരോ സഭയ്ക്കുള്ള ദൂതും നമ്മൾ പഠിക്കുമ്പോൾ അത് ഏത് കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് അന്നേരം നമുക്ക് ഓർക്കാം. ഇപ്പോൾ ഞാൻ 1-2 സഭയുടെ കാര്യം മാത്രം പറഞ്ഞങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്, ഈ ഓരോ സ്ഥലം സഭയ്ക്കുള്ള ദൂതും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇത്
എൻ്റെ സഭയ്ക്കുള്ള ദൂതാണ് എന്നുള്ളതാണ്. അത് ഈ ആദ്യത്തെ 2 നിലയിലും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സാരമില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം, ഓരോ സ്ഥലം സഭയ്ക്കുള്ള ദൂതും എൻ്റെ സഭയ്ക്കുള്ള ദൂത് എന്ന നിലയിൽ നമ്മളത് പഠിക്കണം. അത് എന്തുകൊണ്ടെന്നിവിടെ പറയാം. നമ്മളിപ്പോ വായിച്ച 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അവിടെ നമ്മൾ കാണുന്നത് എഫെസോ സഭയ്ക്കുള്ള ദൂതെന്നാണ്. എന്നാൽ 7-ാം വാക്യം വായിച്ച് ശ്രദ്ധിക്കുമല്ലോ, 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവിടെ നമ്മൾ കാണുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് എഫെസോ സഭയോട് പറയുന്നത് എന്തെന്നല്ല, പകരം ആത്മാവ് സഭകളോട്. അപ്പോൾ ഈ ദൂത് എൻ്റെ സഭയ്ക്കുള്ള ദൂതാണ്. ഇത് ഷാർജ ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്കുള്ള ദൂതാണ് എന്ന നിലയിൽ പഠിക്കണം. അങ്ങനെ ഓരോ ഏതൊക്കെ സ്ഥലം സഭകളുണ്ടോ അവിടെയുള്ളവരൊക്കെ ആ നിലയിൽ പഠിക്കണം എന്നുള്ളതാണ്. അതാണ് 3-ാമത്തെ രീതി എന്ന് പറയുന്നത്. 4-ാമത്തേത്, ഈ ഓരോ സ്ഥലസഭയ്ക്കുള്ള ദൂതും പഠിക്കുമ്പോൾ ഇത് എനിക്കുള്ള ദൂതാണ് എന്ന നിലയിൽ പഠിക്കണം. അതാണ് 4-ാമത്തെ രീതി. എനിക്ക് പേഴ്സണലി ടു മീ, എനിക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്ന ദൂതുകൾ. അപ്പോഴാണ് നമുക്കിത് അനുഗ്രഹമായി തീരുന്നത്. അതിനും വീണ്ടും 7-ാം വാക്യം തന്നെ ശ്രദ്ധിച്ചാൽ മതി. 7-ാം വാക്യത്തിന്റെ ഞാൻ വായിച്ച 2-ാം ഭാഗം, അവിടെ നമ്മൾ കാണുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് വേണ്ടിയാണ്. അപ്പൊ 4 നിലയിൽ പഠിക്കണം എന്നുള്ളത് ഓർത്തല്ലോ, ചരിത്രപരമായി പ്രവചനപരമായി. അത് പഠിച്ചാലും ഇനി പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ അടുത്ത 2ഉം എൻ്റെ സഭയ്ക്കുള്ളതാണ്, എനിക്കുള്ളതാണ് എന്ന നിലയിൽ പഠിക്കണം എന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ സഭയ്ക്കുള്ള ദൂത് പഠിക്കുന്നതിന്റെ നന്മ, അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, ആ ദൂതിലേക്ക് പ്രവേശിച്ച് പഠിക്കാനായിട്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഓരോ സഭയ്ക്കുള്ള ദൂതിനെയും നമ്മൾ 5ആയി വിഭജിച്ചാണ് പഠിക്കുന്നത്. അത് പഠന സൗകര്യത്തിന് വേണ്ടിയാണ്, നമുക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും അങ്ങനെ വിഭജനം ചെയ്ത് പഠിക്കുന്നത്. 5ആയി വിഭജിച്ചിട്ടാണ് പഠിക്കുന്നത്. 1-ാം ഭാഗം എന്ന് പറയുന്നത് കർത്താവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അഥവാ പരിചയപ്പെടുത്തുകയാണ്. അതാണ് ഓരോ സ്ഥലസഭയ്ക്കുള്ള ദൂതിന്റെയും ആദ്യ ഭാഗം. അതാണ് നമുക്ക് ഇന്ന് വായിച്ച വേദഭാഗത്ത് നിന്ന് അതൊന്ന് ശ്രദ്ധിക്കാൻ കഴിയും. നോക്കുക, 2:1 നമ്മൾ വായിക്കുന്നത്, എഫെസോ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നു. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. ഓർക്കാനൊരു ആവശ്യം, 1-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച്, തേജോമയനായ കർത്താവിനെ നമ്മൾ കണ്ടു. അതിൽ നിന്നൊരു ഭാഗം എടുത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ നിന്നൊരു ഭാഗമാണ് ഇവിടെ ഓരോ സഭയ്ക്കുള്ള ദൂതും കൊടുക്കുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സൗകര്യം പോലെ ഏതെങ്കിലും ഒന്ന് എടുത്തങ്ങ് ഉപയോഗിക്കല്ല. ആ സഭയ്ക്ക് എന്താണോ ആവശ്യം ആ നിലയിലാണ് കർത്താവിനെ അവതരിപ്പിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ 1-ാമത് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. 2, നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. നമ്മൾ എഫെസോസിലെ ദൂത് നോക്കിയാൽ 2, 3 വാക്യങ്ങളിൽ അതാണ് കാണുന്നത്. നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, നന്മയില്ലാത്ത സഭയും ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പൊ ലവോദിക്ക സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അവരെ കുറിച്ച് ഒരു നന്മയും പറയാനായിട്ട് ഇല്ല. അതുകൊണ്ടാണ് നന്മ ഉണ്ടെങ്കിൽ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് 2-ാമത്. 3-ാമത് തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. അതാണ് 3-ാമത്തെ വിഭജനം. നമ്മൾ ഈ എഫെസോ സഭയ്ക്കുള്ള ദൂത് വായിച്ചാൽ 4-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അപ്പം തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ പറയാൻ കാരണം, തിന്മയില്ലാത്ത 2 സഭകളുണ്ട്. ഒന്ന് സ്മുർണയാണ്, മറ്റൊന്ന് ഫിലദൽഫിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ പറയുന്നത്. അപ്പൊ 3-ാമത്തെ വിഭജനമായി. 4-ാമത്തേത് അവർക്കൊരു ബുദ്ധി ഉപദേശം കൊടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ ശേഷം ഒരു ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ്. അത് ഇവിടെ നമ്മൾ 5-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. നീ ഏതിൽ നിന്ന് വീണു എന്നോർത്ത്
മടങ്ങി വരിക എന്ന് പറയുന്ന, മാനസാന്തരപ്പെടാൻ പറയുന്ന അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ്. പിന്നീട് 5ാമത്തെ വിഭജനം എന്ന് പറയുന്നത് അവർക്കൊരു പാരിതോഷികം പ്രഖ്യാപിക്കുന്നു, ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്, ഒരു പാരിതോഷികം കൊടുക്കാം, ഒരു സമ്മാനം കൊടുക്കാം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പാരിതോഷികം വായിക്കുന്നുണ്ട്. ജയിക്കുന്നവന് 7ാമത്തെ വാക്യത്തിൽ തന്നെയാണ് അത് നമ്മൾ കാണുന്നത്. 6 എങ്കിലും നിക്കോലോയുടെ നടപ്പ് നീ അതെ 7ന്റെ ബാക്കി 7 തന്നെയാ. ജയിക്കുന്നവന് വായിച്ചാട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അതാണ് പാരിതോഷികം. അപ്പൊ നമ്മൾ 5ആയി വിഭജിച്ചാ പഠിക്കുന്ന. 1, കർത്താവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2, നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. 3, തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. 4, അവർക്കൊരു ബുദ്ധി ഉപദേശം കൊടുക്കുന്നു. 5, ഒരു പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇത്രയും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്കിനി പഠനത്തിലേക്ക് പ്രവേശിക്കാൻ. നമുക്ക് വീണ്ടും ഇനി നമ്മൾ പഠനത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. 2ന്റെ 1 ഒന്ന് വായിക്കാം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിത് 1ാം അധ്യായം പഠിച്ചപ്പോൾ ഏകദേശം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചതാണ്. എന്നാലും ഇത് പഠിക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയണം. ഒരു പക്ഷെ അന്ന് കേൾക്കാത്തവർ കാണാം. അല്ലെങ്കിലും പഠനം പൂർത്തിയാകണമെങ്കിൽ അല്പ ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷേ പൂർണ്ണമായിട്ട് വിശദീകരിച്ചില്ലെങ്കിലും അല്പ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് ഉണ്ട്. 1, ഇവിടെ ഇന്ന് പഠനം തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്, ഈ സ്ഥലം സഭയുടെ പേര് എഫെസോ സഭ എന്നാണ്. ബൈബിൾ പരിശോധിച്ചാൽ എപ്പോഴും സഭയ്ക്ക് പേരിടുന്നത് അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു സഭയുണ്ടായാൽ ആ സ്ഥലത്തിന്റെ പേരോട് ചേർത്ത് സഭ എന്ന് പറയുന്ന രീതിയാണ്. നമ്മൾ ഈ 7 സഭകൾക്കും അങ്ങനെയാണ്. എഫെസോസിലെ സഭ എഫെസോ സഭ, സ്മുർന്നയിലെ സഭ സ്മുർന്ന സഭ, പെർഗമോസിലെ സഭ പെർഗമോസ് സഭ. അതാണ് ബൈബിളിൽ കാണുന്ന അനുഗ്രഹീതമായ ഒരു മാതൃക. ഇനി എഫെസോസ് എന്ന വാക്കിന്റെ അർത്ഥം അയഞ്ഞ എന്നാണ് അതിന്റെ അർത്ഥം. എഫെസോ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാനും കഴിയുന്ന ഒരു കാര്യം, കുറച്ച് അയഞ്ഞ ഒരു മട്ടായിരുന്നു അവർക്കുള്ളത് എന്നുള്ളതാണ്. ദൈവസഭ ഒരിക്കലും അയഞ്ഞ നിലയിൽ ആയിരിക്കാൻ പാടില്ല. അപ്പൊ ഈ സഭ അങ്ങനെ ആയതുകൊണ്ട് പിൽക്കാലത്ത് ആ സഭ ഇല്ലാതായി പോയെന്നുള്ളതാണ്. പിൽക്കാലത്ത് ആ സഭ തന്നെ അവിടെ നിന്ന് ഇല്ലാതെയായിപ്പോയി. സഭ കുത്തഴിഞ്ഞ പുസ്തകമായിരിക്കാൻ പാടില്ല. സഭ അച്ചടക്കം ഇല്ലാത്തതായിരിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും കൂടി വന്നു, എപ്പോഴെങ്കിലും പിരിഞ്ഞുപോയി, എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും ചെയ്തു, സമയത്തിന് ക്ലിപ്തതയില്ല തുടങ്ങി ഒരുപാട് അയഞ്ഞ നിലവാരം, അച്ചടക്കമില്ലായ്മ, അച്ചടക്ക നടപടികൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ ശരിയായ നിലയിൽ ശിക്ഷണ നടപടി എടുക്കാതിരിക്കുക, ഇതെല്ലാം സ്ഥലം സഭയെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു സ്ഥലസഭയും അയഞ്ഞു പോകാനായിട്ട് പാടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ദൈവിക കാര്യങ്ങൾക്കെല്ലാം അതിന്റെ കൃത്യതയുണ്ട്. ആ കൃത്യത ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ദൈവം ആ നിലയിൽ അച്ചടക്കത്തോടുകൂടെ, ഡിസിപ്ലിനോടുകൂടെ സ്ഥലം സഭ മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇനി എഫെസോ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചിന്തിച്ചാണ് ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം. ഒന്ന് നമ്മൾ ചിന്തിച്ചു, സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് സകല വിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്. വാക്യം വായിച്ചതാണെങ്കിൽ നമുക്കൊന്നുകൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 8:23, 2 Corinthians chapter 8 verse 23 ഒന്ന് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാ. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. നമ്മുടെ സഹോദരന്മാരാണ് സഭകളുടെ ദൂതന്മാരെന്നാ പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അപ്പൊ സഹോദരിമാരില്ലേ? ഉണ്ട്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പുതിയ നിയമത്തിലെ പ്രത്യേകിച്ചുള്ള ഒരു പ്രയോഗ രീതിയാണ് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓർത്തതാണ് 200 പ്രാവശ്യം പുതിയ നിയമത്തിൽ സഹോദരന്മാരെ എന്ന പ്രയോഗമുണ്ട്.
അതിന്റെ 10% 1 കൊരിന്ത്യരിലാണ് 20 പ്രാവശ്യമുണ്ട്. അതിൽ 5 കുറവാണെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ 15 പ്രാവശ്യമുണ്ട്. അപ്പൊ അവിടെ എല്ലാം സഹോദരന്മാരെ എന്ന് വിളിച്ചിരിക്കുന്നത് സഹോദരന്മാരെ മാത്രം ഉദ്ദേശമുണ്ടല്ല, സഹോദരിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് ബൈബിളിന്റെ ഒരു പ്രയോഗമാണ്. അപ്പോൾ സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ, അല്ലെ സഭയുടെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ സഭയിലെ എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് ഒരർത്ഥം. അതാണ്, എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ദൂതന്മാരെന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുക. സഭയുടെ ദൂതന്മാരാണ് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിശ്വാസികളെല്ലാം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എല്ലാ വിശ്വാസികളും സഭയുടെ ആത്മീയ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും വേണ്ടി എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുന്നവരാണ്. ഞാൻ സാധാരണ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ വിശ്വാസികളും 1ാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയല്ല. ദൈവം കഴിഞ്ഞാൽ അടുത്തത് ദൈവസഭയാണ്. ദൈവസഭ കഴിഞ്ഞേ നമ്മുടെ വീട്ടിന്റെ കാര്യം നോക്കാൻ പാടുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിരുവെഴുത്ത് ആദിയോടന്തം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീടിനേക്കാൾ പ്രാധാന്യം നമ്മുടെ സ്ഥലം സഭയ്ക്ക് നമ്മൾ കൊടുക്കണം, നമ്മൾ കൂടി വരുന്ന സഭയ്ക്ക്. കാരണം അത് അത്ര വിലപ്പെട്ടതാണ്. നമ്മുടെ കർത്താവ് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് സഭ എന്ന നിലയിൽ. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്താൽ അതോട് ചേർന്ന് തന്നെ ദൈവസഭയ്ക്ക്, പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പൊ വീട്ടുകാര്യങ്ങളെക്കാൾ ശ്രദ്ധിക്കേണ്ടത് സഭയുടെ കാര്യങ്ങളാണ്. അപ്പൊ അതാണ് സഭയുടെ ദൂതൻ എന്നൊക്കെ പറയുമ്പോൾ സഭയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമ്പോൾ ശുശ്രൂഷകൾ ചെയ്യുന്നവർ, അതാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം കൂടെ നമുക്ക് എടുക്കാം. ദൈവം സ്ഥലം സഭയെ പരിപാലിക്കുവാനായി നിയോഗിച്ച പാസ്റ്റേഴ്സ്, അവരെ ആ നിലയിൽ നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. കാരണം ഇപ്പൊ നമ്മളൊരു ലെറ്ററൊക്കെ ഒരു സഭയ്ക്ക് എഴുതുകയാണെങ്കിൽ അവിടുത്തെ പാസ്റ്ററെയാണ് റെപ്രസെന്റ് ചെയ്ത് എഴുതുന്നത്. പാസ്റ്റർ എന്നുള്ളതിന് ഓർക്കണം, പാസ്റ്റർ എന്നും എൽഡർ എന്നും ബിഷപ്പ് എന്നും ടീച്ചർ എന്നും ഒക്കെ പറയുന്ന ഒരേ കൂട്ടം ആൾക്കാരെ പല പേരുകളിൽ തിരുവെഴുത്തിൽ അറിയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഭാഗം ആവശ്യം വരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് അതിന്റെ വിശദീകരണങ്ങളൊക്കെ പറയാം. വാക്യം കൃത്യമായിട്ടുണ്ട്. പാസ്റ്റർ തന്നെയാണ് എൽഡർ, പാസ്റ്റർ തന്നെയാണ് ബിഷപ്പ്, പാസ്റ്റർ തന്നെയാണ് ടീച്ചർ. അതിന് വചനമുണ്ട്, കൃത്യമായ വചനമുണ്ട്. അത് നമ്മൾ പിന്നീട് ആവശ്യം അനുസരിച്ച് പിന്നീട് ഞാൻ ആ റെഫറൻസ് ഒക്കെ ചൂണ്ടി കാണിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്ഥലം സഭയെ റെപ്രസെന്റ് ചെയ്യുന്ന പാസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചും അങ്ങനെ പറയാൻ കഴിയും. ആ പാസ്റ്ററിന് ഒരു ലെറ്റർ എഴുതി അത് സഭയ്ക്ക് മുഴുവനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സഭയിലെ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് എടുക്കാം. പാസ്റ്ററേയും അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അതാണ് നമ്മൾ സഭയുടെ ദൂതൻ എന്ന നിലയിൽ പറഞ്ഞെടുക്കുന്നത്. ഇനിയും സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വലം കൈയിൽ 7 നക്ഷത്രം ഇരിക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധയോടെ നമുക്കത് പഠിക്കാം. നമ്മളിപ്പോ പഠിക്കാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ച ഭാഗത്തേക്ക് പ്രവേശിച്ചത് കൊണ്ട് ഇനി നമ്മൾ അല്പം വിശാലമായിട്ടായിരിക്കും പഠിക്കുന്നത് എന്ന് ഓർക്കണം. അല്പം സ്ലോയിലുമായിരിക്കും, പരമാവധി വിശദീകരിച്ചായിരിക്കും പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 20-ാം അധ്യായത്തിൽ വായിച്ചത് ഓർക്കുമല്ലോ. ഈ സഭയുടെ ദൂതന്മാരെയാണ് നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓർക്കുന്നുണ്ടല്ലോ. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകും. അപ്പൊ ഈ നക്ഷത്ര സഭകളുടെ ദൂതന്മാരാണ്, അല്ലെങ്കിൽ ഈ നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളെയാണ്. വിശ്വാസികളെ എല്ലാം, രക്ഷിക്കപ്പെട്ട സകലരെയും യേശു ക്രിസ്തു തന്റെ വലം കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല് കർത്താവിന്റെ കരത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ എഫെസോ സഭയ്ക്കുള്ള ദൂത് പഠിക്കുമ്പോൾ പിടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര സുരക്ഷിതമാണ് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെന്നുള്ള. കർത്താവിന്റെ വലം കരത്തിൽ നിന്ന് ആർക്കും നമ്മളെ പിടിച്ചു വരയ്ക്കാൻ പറ്റുകയില്ല. കർത്താവിന്റെ വലങ്കരത്തിൽ ഇരിക്കുന്ന നമ്മളെ ആർക്കും തൊടുവാനായിട്ട് കഴിയുകയില്ല. അത്ര സുരക്ഷിതരാണ് നമ്മൾ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടത്, ആ വലങ്കരത്തിൽ തന്നെ നമ്മൾ ഇരിക്കണം എന്നുള്ളതാണ്. ഇനി സുരക്ഷിതത്വത്തെ പറ്റി ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ മറ്റു ചില വേദഭാഗങ്ങളുടെ ചൂണ്ടിക്കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. ഇയ്യോബ് 1:10. നീ
ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. മതി മതി മതി. ആ ചരിത്രം, ആ സംഭവം, ആ പശ്ചാത്തലം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും എല്ലാവർക്കും വേണ്ടി, അറിയാത്ത ആരെങ്കിലും ആ ഭാഗം അധികം നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊന്ന് സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതായത് ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ മുമ്പിലേക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. അവിടേക്ക് പിശാചും ചെല്ലുന്നു. ദൈവസന്നിധി സ്വർഗം, സ്വർഗത്തിൽ പിശാചിന് ചെല്ലാനുള്ള അനുവാദം ഉണ്ട് എന്നുള്ളത് അറിയണം. പലരും ധരിച്ചേക്കുന്നത് പിശാചിന് സ്വർഗത്തിലോട്ടൊന്നും ചെല്ലാൻ കഴിയില്ല, ഒരിക്കലും അവിടുന്ന് വെട്ടിയിട്ടതാണല്ലോ ഭൂമിയിലേക്ക്, അതുകൊണ്ട് ഇനി ചെല്ലാൻ പറ്റുകയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ മഹാപീഡന കാലത്തിന്റെ മധ്യഭാഗം വരെ, മഹാപീഡനകാലം 7 വർഷമാണ്, അതിന്റെ ആദ്യ പകുതി തീരുന്നത് വരെ അവൻ അവിടെ ചെല്ലാനുള്ള അവകാശമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആ മധ്യഭാഗമാകുമ്പോഴാണ് മിഖായേലും ദൂതന്മാരും കൂടെ സാത്താനെയും സാത്താന്റെ ദൂതന്മാരുടെ യുദ്ധം ചെയ്ത് അവിടെ നിന്ന് ഇറക്കി ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത്. അതുവരെ ചെല്ലാനുള്ള അവകാശം. അങ്ങനെ സാത്താന് ദൈവസന്നിധിയിലോട്ട് ചെല്ലുകയാണ്. ചെന്നപ്പോൾ യഹോവയെ ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരികയാണ്? അതിന്റെ മുകൾ ഭാഗത്തുണ്ട് ഇത് കേട്ടോ, പിന്നീട് 6-ാം വാക്യം മുതൽ വായിച്ചാൽ മതി. അത്രയും വായിച്ച് നമുക്ക് സൂം ആയതുകൊണ്ട് വായിച്ച് പറയുന്നതിന്റെ പ്രയാസം കൊണ്ടാണ് മുഴുവൻ വായിപ്പിക്കാത്തത്. അപ്പൊ എവിടുന്ന് വരിക എന്ന് ചോദിച്ചപ്പോൾ പിശാച് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വരികയാണ്. അപ്പൊ പിശാചിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഉടനെ എടുത്ത് ചോദിച്ചാൽ, നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്നു. നീ അവൻ ദൃഷ്ടി വെച്ചോ എന്ന് വെച്ചാൽ കണ്ണു വെച്ചോ എന്നാണ്, അല്ലെങ്കിൽ നീ ഏതെങ്കിലും തരത്തിൽ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, അതാണ് എന്റെ ആശയം. അപ്പോൾ പിശാച് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ എൻ്റെ പണി മുഴുവൻ നോക്കി, പക്ഷെ അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്, നീ അവനും അവന്റെ വീടിനും അവന് ഉള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഓർക്കേണ്ട ഒരു പിശാചിനും ദൈവമക്കളായ നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നാം ദൈവകരങ്ങളിൽ തന്നെ ഇരിക്കുന്നു എങ്കിൽ. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ദൈവകരങ്ങളിൽ തന്നെ ഇരിക്കണം. നമുക്ക് വേണേൽ അവിടുന്ന് ചാടിപ്പോയാൽ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും. പക്ഷെ ആ കരത്തിൽ തന്നെയാണ് നാം ഇരിക്കുന്നതെങ്കിൽ പിശാചിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതിന്റെ കാരണം ദൈവം വേലി കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ വീടിന് ചുറ്റുമുണ്ട്, നമുക്കുള്ളതിന് ചുറ്റുമുണ്ട്. ഒരു 3 വേലിയാണ് നമ്മളവിടെ കാണും. അതിനകത്ത് പിശാചിന് അതിനകത്തോട്ട് പ്രവേശിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് പിശാച് തന്നെ പറയുന്നതാണ്, അല്ലാതെ വേറെ ആരും പറയുന്നില്ല. പിശാച് തന്നെ പരമാവധി, ഞാൻ ആ ഭാഗം വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ പറയും, കണ്ണു വെച്ചോ എന്ന് വെച്ചാൽ കണ്ണും കയ്യും കാലും കാതും കരളും എല്ലാം വെച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അതിന് കാരണം പറയുന്നുണ്ട്, നീ വേലി കെട്ടിയിരിക്കുകയാണ്. എന്താ വേലി? അത് സങ്കീർത്തനങ്ങൾ 3:3 എഴുതിയിരിക്കുന്നത്. എന്താണ് വേലി എന്ന് എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 3:3 വേലി കെട്ടിയിരിക്കുന്നു. എന്താ വേലി? യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീയോ യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയമാണെന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിച്ചോണം, പരമനോഹരമായ ആശയങ്ങൾ അവിടെയുള്ളത്. നീ എനിക്ക് ചുറ്റും പരിചയം. ആദ്യം നമ്മൾ പരിചയപ്പറ്റി മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ കാണുന്ന വട്ടത്തിലിരിക്കുന്ന ഇഡലിത്തട്ട് പോലുള്ളതല്ല പരിചയം എന്നവിടെ പറയുന്നത്. പരിചയം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ സാധാരണ എങ്ങനെയൊക്കെയാ ഉള്ള പരിചയം, അതൊന്നും അല്ല പരിചയം. പരിചയം എന്ന് പറഞ്ഞാൽ പഴയ നിയമമൊക്കെ നമ്മൾ വായിച്ചു വന്നാൽ അറിയാം, ഒരു ഡോറിന്റെ വലിപ്പം ഉണ്ടാകും. നമ്മുടെ വീടിന്റെ ഒക്കെ ഫ്രണ്ടിലുള്ള ഡോറിന്റെ വലിപ്പം ഉള്ളതാണ് പരിച എന്ന് പറയുന്നത്. ഏതാണ്ട് ആ സ്ക്വയർ ടൈപ്പ് തന്നെ. നമുക്കറിയാം പരിച, നമ്മൾ ഈ കാണുന്ന അങ്ങനത്തെ പരിചയം ഉണ്ട്, അല്ലാതെ ഈ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന പരിചയം കണ്ടിട്ടുണ്ടല്ലോ. അവരതിന്റെ മുമ്പിൽ ഷീൽഡ് എന്നൊക്കെ നമ്മൾ അതിന് പറയുന്നത്. അതിന് തന്നെ ഒരു വലിപ്പമുണ്ട്. അതിലൊക്കെ വലിപ്പമുള്ളതാണ് ശരിക്കുള്ള പരിച, ഹെവി ആർമറാണ്. അത് നീ എനിക്ക് ചുറ്റും പരിചയം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുറ്റും പരിചയം എന്ന് പറഞ്ഞാൽ ഒരെണ്ണമല്ല. സാധാരണ പരിചയമൊക്കെ മുമ്പിൽ മാത്രം ഇങ്ങനെ പിടിക്കുന്നതാണ് പരിചയം, പോലീസുകാർക്കും അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ ചുറ്റും പരിചയം, 4 വശത്തും പരിചയം. അതാണ് വേലി. എന്താണ് ആ വേലി? പത്തലാണോ, കല്ലാണോ, ഇരുമ്പാണോ? യഹോവ തന്നെയാണ് വേലി. യഹോവ നമുക്ക് ചുറ്റും അങ്ങ് നിൽക്കുകയാണ്. അതിന്റെ ഉള്ളിലാണ് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ ശാശ്വതമായി ആർക്കും ഒന്നും നമ്മളെ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവിന്റെ കയ്യിലെ സുരക്ഷിതത്വമാണ് അതിന്. പക്ഷെ എന്നാൽ ഒരു കാര്യം കൂടെ പറയാതെ വിടുന്നത് ശരിയല്ല.
കാരണം എങ്കിൽ മാത്രമേ അതിന്റെ ഗൗരവം മനസ്സിലാകുള്ളൂ. അപ്പൊ ഇങ്ങനെ വേലി നമുക്കെല്ലാം കെട്ടിയിട്ടുണ്ട്, ദൈവമക്കൾക്കെല്ലാം ഈ വേലിയുണ്ട്. നമ്മൾ ദൈവമക്കളെ നമ്മളെല്ലാം കർത്താവിന്റെ കരങ്ങളിലാണ്. അതിന്റെ ആശയത്തിലേക്ക് വരുമ്പോൾ വേലി കെട്ടി സൂക്ഷിക്കുകയാണ്. ആ വേലി യഹോവ തന്നെയാണ്. നമുക്കറിയാം, യഹോവയാകുന്ന വേലിയെ ആർക്ക് പൊളിക്കാൻ കഴിയും? പിശാചിന് കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? ആർക്കും കഴിയുകയില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതും കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. അതിന് പുറപ്പാട് പുസ്തകം 12-13 അധ്യായം എടുക്കണം. അത് ഏതാണ്ട് ഒരു പേജിൽ തന്നെ വരും, ഒരു ഭാഗത്ത് തന്നെ വരും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായവും 13-ാം അധ്യായത്തിൽ ആദ്യം 13-ൽ നിന്നാണ് ഒരു വാക്യം വായിക്കേണ്ടത്. എടുത്തല്ലോ. 13-ന്റെ 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിച്ചാൽ. 13-ന്റെ 7-ന്റെ ആദ്യ ഭാഗം. 7 ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്. മതി. നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്. ഇനി വായിക്കേണ്ടത് 19-ാം വാക്യമാണ്. 13-ന്റെ മോശ യോസഫിന്റെ അസ്ഥികളും ഈ 12-ന്റെ 19. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. മതി. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിപ്പ് കാണരുത്. നേരത്തെ വായിച്ചത് ഓർക്കുമല്ലോ, നിന്റെ പക്കൽ പുളിപ്പ് കാണരുത്. ഇപ്പൊ വായിച്ചത് നിന്റെ വീട്ടിൽ പുളിപ്പ് കാണല്ലേ. ഇനി ആദ്യം വായിച്ച വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കാം. നിന്റെ അതിർത്തിക്കകത്തെങ്ങും പുളിച്ച മാവും കാണരുത്. നിന്റെ അതിർത്തിക്കകത്തെങ്ങും പുളിച്ച മാവ് കാണരുത്. അപ്പോൾ എവിടൊക്കെ പുളിപ്പ് പാടില്ല? നിന്റെ പക്കൽ പുളിപ്പ് പാടില്ല, നിന്റെ വീട്ടിൽ പുളിപ്പ് പാടില്ല, നിന്റെ അതിർത്തിക്കകത്തെങ്ങും പുളിപ്പ് പാടില്ല. എന്താ കാര്യം? എന്താ ഈ പുളിപ്പെന്ന് പറയുന്നത്? അത് വാക്യമൊക്കെ എടുക്കാവുന്നേ ഉള്ളത്, അതിലേക്ക് പോകണ്ട, ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. നമ്മള് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പുളിപ്പ് ദുഷ്ടതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പാപമാണ് എന്നാണ് അതിന്റെ അർത്ഥം. പാപം, ആ ലളിതമായ ആ അർത്ഥം എടുക്കാം, പാപമാണ്. അപ്പം നിനക്ക് ചുറ്റും വേലിയുണ്ട്, ദൈവത്തിന്റെ വേലിയാണ്, ദൈവമാകുന്ന വേലിയാണ്. അതുകൊണ്ട് അതിനകത്ത് പുളിപ്പ് അഥവാ പാപം വരല്. രണ്ടാമത്, നിന്റെ വീടിന് ചുറ്റും വേലിയുണ്ട്, അത് ദൈവമാകുന്ന വേലിയാണ്. അതുകൊണ്ട് നിന്റെ വീട്ടിനകത്ത് പുളിപ്പ് വരാൻ പാടില്ല, പാപം ഉണ്ടാകരുത്. 3, നിന്റെ അതിർത്തിക്കകത്തെങ്ങും, നിനക്കുള്ളതിന് ചുറ്റും വേലിയുണ്ട്, അതുകൊണ്ട് അതിനകത്തെങ്ങും പുളിപ്പ് വരരുത്, പാപം വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നാൽ എന്ത് സംഭവിക്കും? വേലി പൊളിയും. പുളിപ്പ് വന്നാൽ വേലി പൊളിയും, പുറത്തുനിന്ന് നമ്മളെ ചവിട്ടിക്കളയും, മെതിച്ചു കളയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മള് കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. പക്ഷെ ആ കരങ്ങളിൽ തന്നെ ഇരിക്കണം. ഇരുന്നാൽ നമ്മൾ സുരക്ഷിതരാണ്, ആർക്കും നമ്മളെ ഒരു ദോഷവും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ അവിടെ നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ, ഇരിക്കേണ്ടിടത്ത് നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ, അത് വിവിധ നിലകളിൽ നമുക്ക് ദോഷമായി നമ്മൾ ചവിട്ടി മെതിക്കപ്പെടും. അതിന്റെ വാക്യങ്ങള് പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയോ സമയമുള്ളപ്പോൾ. വേലി പൊളിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വായിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ അതോടൊക്കെ അങ്ങ് വായിച്ചു പോയാൽ നമുക്ക് മുന്നോട്ട് തീരെ പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോൾ വേലി പൊളിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളെ കർത്താവ് തന്റെ കരങ്ങളിൽ, ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവ് തന്റെ കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. ആ വേലിക്കകത്ത്, അവൻ വേലി കെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ട് ആ വേലിക്കകത്ത് ഒരു തരത്തിലുള്ള ദുഷ്ടതയും ഒരു തരത്തിലുള്ള പുളിപ്പും വരാൻ പാടില്ല. പുളിപ്പ് വന്നാൽ വേലി പൊളിയും. പുറത്തുനിന്ന് ആരും പ്രവേശിച്ച് നമ്മളെ ചവിട്ടി മെതിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ വരരുത്. സൂക്ഷിക്കണം. നമ്മൾ ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരിക്കണം. നമ്മൾ നക്ഷത്രത്തെ പറ്റി 1-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ ചിന്തിച്ച വേറൊരു കാര്യമുണ്ട്. നക്ഷത്രം പ്രകാശിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്ത് മുന്നോട്ട് പോകാം. നക്ഷത്രം പ്രകാശിക്കാനാണ്. അപ്പൊ നക്ഷത്രം പ്രകാശിക്കുന്നത്, നമ്മളിപ്പോൾ നക്ഷത്രം കാണുന്നത് ആകാശത്താണ്. ആകാശത്തിൽ നക്ഷത്രം ഒക്കെ ശോഭിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്നാൽ അതിന് ശോഭിക്കാൻ പറ്റും, പക്ഷെ അവിടെ നിന്ന് മാറിയാൽ അതിന് ശോഭിക്കാൻ കഴിയില്ല. നമ്മൾ ചിന്തിച്ചു, ആകാശത്ത് നിന്നൊരു നക്ഷത്രത്തിന് അങ്ങ് തോന്നിപ്പോയി എനിക്കിനി ഭൂമിയിൽ പോയിരുന്ന് ശോഭിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല.
അവിടുന്ന് അതിനെ എവിടെ ദൈവം വെച്ചോ ആ സ്ഥാനത്തിരുന്നാൽ അത് ശോഭിക്കാം. അവിടുന്ന് മാറിയാൽ അതിന് ശോഭിക്കാൻ കഴിയില്ല, അതിന്റെ പ്രകാശം പോകും, കരിക്കട്ടയായി മാറും എന്ന് നമ്മൾ ഓർക്കും. നമ്മളെ വെച്ചിരിക്കുന്ന കർത്താവിന്റെ കയ്യിലാണ്. അവിടുന്ന് മാറരുത്. എവിടെ നമ്മളെ വെച്ചോ അവിടെ ഇരുന്നോണം. അത് ദൈവം തീരുമാനിക്കുന്നത് എവിടെ വെക്കുന്നതാണ് നല്ലതെന്ന്. എനിക്ക് അവിടെ ഇരുന്നാൽ പോരാ, അതിന്റെ മേളിൽ കയറി ഇരിക്കണം എന്ന് ആരും വിചാരിക്കരുത്. ദൈവം തരുന്ന ശുശ്രൂഷ ചെയ്തോണം. ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യണം. ഏൽപ്പിക്കാത്തത് ഒരിക്കലും ചെയ്യുകയും ചെയ്യരുത്. അതൊക്കെ ഒരുപാട് പഠിക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവം തരുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കൂ, അഥവാ കൃപ. നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിച്ച് ഫലകരമായി ചെയ്യാം. ദൈവം ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും ദൈവത്തിന്റെ കൃപ ലഭിക്കുകയില്ല. ദൈവത്തിന്റെ കൃപ ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷ ഫലകരമായി തീരുകയില്ല. എന്ന് മാത്രമല്ല, ദൈവം മറ്റൊരാളെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് അപഹരിച്ചു എന്നുള്ള വലിയ കുറ്റവും നമ്മുടെ മേൽ വരും. അതുകൊണ്ട് ഒരിക്കലും ഏൽപ്പിക്കാത്തത് ചെയ്യരുത്, ഏൽപ്പിച്ചതേ ചെയ്യാവൂ. ഇരുത്തിയിടത്തിരിക്കണം, അവിടുന്ന് മാറി അതിന്റെ മേളിൽ കയറി ഇരിക്കണം എന്നൊരിക്കലും തോന്നരുത്. എവിടെ ഇരുത്തിയോ അത് ഏറ്റവും താണ നിലയിലാണെ അവിടെ ഇരുന്നു. അതാണ് അനുഗ്രഹം. ദൈവം എവിടെ ഇരുത്തി അവിടെ ഇരിക്കണം. അതിനപ്പുറത്തേക്കൊക്കെ പോയാൽ അതെല്ലാം വിവിധ നിലകളിൽ അനർത്ഥത്തിനും അപകടത്തിനും കാരണമായി തീരും എന്നുള്ളത് കൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് കർത്താവിന്റെ കൈവെള്ളയിലാണ്. അവിടെ തന്നെ ഇരുന്നോണം. അവിടെ തന്നെ ഇരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നന്മകൾ പ്രാപിക്കാൻ കഴിയും. നമുക്ക് ഒരുപാട് ശോഭിക്കാനും കഴിയും എന്നുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഫിലിപ്പിയ ലേഖനം 2:15 എങ്ങനെയാണ് നമ്മൾ ശോഭിക്കേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:15 അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നക്ഷത്രങ്ങളെ പോലെ, ജ്യോതിസ് അഥവാ നക്ഷത്രത്തെ പോലെ നമ്മൾ പ്രകാശിക്കും. പക്ഷെ എന്ത് വേണം? വചനം, ജീവന്റെ വചനം പ്രമാണിക്കണം. ദൈവവചനം പ്രമാണിക്കണം. നമ്മള് ദൈവവചനം കേൾക്കുന്നവരാണ്. കേൾക്കാനൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ബദ്ധപ്പാടൊക്കെ സഹിച്ച് പ്രിയപ്പെട്ടവരായ നിങ്ങൾ പകലത്തെ ജോലിയും അധ്വാനവും ഒക്കെ കഴിഞ്ഞ് ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. കേൾക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കേട്ടാൽ മാത്രം പോരാ. അതുകൂടെ ഒരു വാക്യം വായിക്കാം. യാക്കോബ് 1:22 വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 1:22 എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. വചനം കേൾക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ കേൾക്ക മാത്രം ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ പോവുകയും ചെയ്താൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നവരാണെന്ന്. എത്ര ഭയങ്കരമാണത്! ഒരാൾ വേറൊരാളെ ചതിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരാൾ വേറൊരാളെ ചതിക്കുന്നു, അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ ഈ ലോകത്തിൽ അത് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ തന്നെ ചതിച്ചാലോ? അതെത്ര ഗുരുതരമായ ഒരു തെറ്റാണ്. ഞാൻ എന്നെ തന്നെ ചതിക്കുക. ഓർക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് നമ്മൾ പ്രമാണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നാം നമ്മളെ തന്നെ ചതിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം പ്രമാണിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഈ നാളുകളിലൊക്കെ കർത്താവിന്റെ ഗിരിപ്രഭാഷണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എത്ര കഠിനമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയാണ്. ആരോടും കോപിക്കാൻ പാടില്ലെന്ന്. കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുകയാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എത്ര തെറ്റ് ചെയ്തവരും ക്ഷമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലത്തെ ചെകിട്ടത്തടിച്ചാൽ ഇടത്തേത് കാണിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്ത് പ്രയാസമുള്ള കാര്യമെന്നറിയാമോ? ഭൂമിയിൽ നിങ്ങൾ ഒരു നിക്ഷേപവും സ്വരൂപിക്കാൻ പാടില്ല, സ്വർഗത്തിൽ സ്വരൂപിച്ചോണം നിക്ഷേപം. ഇങ്ങനെ നിരവധി പഠിപ്പിക്കലാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം പ്രമാണിക്കാൻ വേണ്ടി. അതൊന്നും പ്രമാണിച്ചില്ലെങ്കിൽ നമ്മളെ തന്നെ ചതിക്കുവാണ്. അതൊക്കെ പ്രമാണിക്കാൻ നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല. അതിന് സ്വർഗീയ കൃപ വേണം, സ്വർഗീയ ശക്തി വേണം. അതുകൊണ്ട് തന്നെ ആ പഠിപ്പിക്കൽ തന്നെ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച്, ദൈവത്തിന്റെ സഹായം പ്രാപിച്ച് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആക്കിയാൽ അത് വലിയ ബ്ലെസ്സിങ് ആണെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, വചനം കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് അംഗീകരിച്ച് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ തന്നെ ചതിക്കുന്നതിന് തുല്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ശോഭിക്കുന്നത്.
നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മെ ആ നിലയിൽ സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ചില ബുദ്ധി ഉപദേശങ്ങൾ, ആലോചനകളാണ് കർത്താവ് നമുക്ക് തന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇനി 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിച്ചത് യേശു കർത്താവ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ ആണ് എന്നുള്ളതാണ്. നമ്മളതും ഒന്ന് ചിന്തിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പൊൻനിലവിളക്ക്, സഭയെ വിളിച്ചിരിക്കുന്നതാണ് പൊൻനിലവിളക്ക്. നമ്മൾ ഓർത്തു, അതിന് 3 വാക്ക് ചേർന്നാണ് ഈ പൊൻനിലവിളക്ക്. പൊന്ന്, നിലത്ത്, പിന്നെ വിളക്ക്. പൊന്ന് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിലമതിക്കാനാവാത്തത്. നിലത്ത് എന്നുള്ളതിന്റെ അർത്ഥം ഇപ്പോൾ സഭ നിലത്ത്. 3 വിളക്ക് എന്നുള്ളത് പ്രകാശിക്കണം എന്നുള്ളതാണ്. അപ്പൊ സഭ പൊൻനിലവിളക്ക് എന്ന് പറഞ്ഞാൽ സഭ വിലമതിക്കാനാവാത്തതാണ്. കാരണം വിലമതിക്കാനാവാത്ത കർത്താവിന്റെ രക്തമാണ് അതിന് മറുവിലയായി കൊടുത്തത്. 2, ഇപ്പോൾ നിലത്താണ് ഇരിക്കുന്നത്. എന്നും നിലത്തിരിക്കുകയല്ല, നിലത്തുനിന്ന് സഭ പോകും. 3, എവിടെ സഭയെ വെച്ചിരിക്കുന്നു അവിടെ ചുറ്റും അന്ധകാരത്തിൽ ഇരിക്കുന്നവർ അത്ഭുത പ്രകാശത്തിലേക്ക് വരണം. ഇത് നമ്മൾ പഠിച്ചതാ, ഞാൻ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സഭകൾക്കുള്ള ദൂത് പഠിക്കുമ്പോൾ ഈ 7 സഭയെയും 7 സ്ഥലം സഭയെയും വിളിച്ചിരിക്കുന്ന പൊൻനിലവിളക്കെന്ന. അതില് ഒരു ഗുണവുമില്ലാത്ത സഭയുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, ലവോദിക്ക സഭ. ഒരു നന്മ അവരെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെയും പൊൻനിലവിളക്കെന്നാ വിളിച്ചേക്കും. ആട്ടെ, പൊൻനിലവിളക്കെന്ന് വിളിച്ച് ഇനി അങ്ങനെ തന്നെ ഇരിക്കാനാണോ? അല്ല, അവര് എന്താണ് ആ വിളക്ക്, അവരെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതിലേക്ക് മടങ്ങി വരാനുള്ള ബുദ്ധി ഉപദേശം അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തിന്മയും ഇല്ലാത്ത 2 സഭയുണ്ട്, സ്മുർന്നയും ഫിലദൽഫിയയും. അവരെയും പൊൻനിലവിളക്കെന്നാ വിളിച്ചിരിക്കുന്നത്. ഇനി ഏറെ അംഗസംഖ്യയുള്ള സഭകളുണ്ട്, അവരെയും പൊൻനിലവിളക്കെന്നാ വിളിച്ചിരിക്കുന്നത്. അംഗസംഖ്യ വളരെ കുറച്ചുള്ളവരുണ്ട്, അവരെയും അങ്ങനെ വിളിച്ചേക്കുന്നത് പൊൻനിലവിളക്കെന്നാണ്. അതുപോലെ തന്നെ ഏറെ നന്മയുള്ളവരും കുറച്ച് കുറ്റമുള്ളവരുമുണ്ട്. ഏറെ കുറ്റമുള്ളവരും കുറച്ച് നന്മയുള്ളവരുണ്ട്. അവരെല്ലാം വിളിച്ചിരിക്കുന്നത് പൊൻനിലവിളക്കെന്നാണ്. ഓർക്കണം, നമ്മുടെ സ്ഥലം സഭ അംഗസംഖ്യ കൂടുതലോ കുറവോ, ചില ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ചില കുറവുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ പരിഹരിച്ചോണം. പക്ഷെ ദൈവം വിളിച്ചിരിക്കുന്നത്, അല്ലെ പരിഗണിച്ചിരിക്കുന്നത് പൊൻനിലവിളക്കായിട്ടാണ്. അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട്, അത് ചെയ്യണം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പൊൻനിലവിളക്കിന് നടുവിൽ നടക്കുന്നവൻ എന്നാണ്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓരോ സ്ഥലം സഭയുടെ നടുവിലും കർത്താവുണ്ട്. ഓരോ സ്ഥലം സഭയുടെ നടുവിലും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. അത് നമ്മള് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിലാണല്ലോ അത് വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ തെറ്റിച്ച് ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 2 or 3 പേർ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ടെന്ന്. അങ്ങനെ വാക്യമില്ലെന്ന് മാത്രമല്ല, അങ്ങനെ കർത്താവിന്റെ സാന്നിധ്യം കിട്ടത്തുമില്ല. എവിടെ കൂടി വന്നാലും കർത്താവിന്റെ സാന്നിധ്യം കിട്ടുകയില്ല എന്നതും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട വാക്ക് അവിടുത്തേത് എന്റെ നാമത്തിൽ എന്നുള്ളതാണ്. എന്റെ നാമത്തിൽ. അവ എന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്താണ് കർത്താവിന്റെ സാന്നിധ്യം. എന്റെ നാമത്തിൽ എന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ നിയോഗപ്രകാരം, എന്റെ നിർദ്ദേശപ്രകാരം. നമ്മുടെ കൂടി വരവുകളെല്ലാം ദൈവീക നിർദ്ദേശപ്രകാരമായിരിക്കണം. അതാണ് എന്റെ നാമത്തിൽ എന്നുള്ളത് കൊണ്ട് ഒന്നാമത് മനസ്സിലാക്കട്ടെ. ഞാൻ നിർദ്ദേശിച്ചതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ കൂടി വരേണ്ടത്. ദൈവത്തിന്റെ ആലോചനയായിരിക്കണം അത്. ദൈവത്തിന്റെ ഹിതമായിരിക്കണം അത്. 2, എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ വിശുദ്ധിയിൽ, എന്റെ സ്നേഹത്തിൽ, എന്റെ ഐക്യത്തിൽ, എന്റെ കൂട്ടായ്മയിൽ. ഇങ്ങനെ നിരവധി ആശയങ്ങളുള്ള ഒരു പദമാണ് എന്റെ നാമത്തിൽ എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ നാമത്തിൽ എന്നും പറഞ്ഞ് ആരൊക്കെ കൂടി വന്നാലും അവിടെ കർത്താവിന്റെ സാന്നിധ്യം കിട്ടുകയില്ല. അപ്പോൾ നമ്മുടെ സ്ഥലസഭകളൊക്കെ കർത്താവിന്റെ നാമത്തിലാണ്. കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ കൂടി വരുന്നത്. കർത്താവിന്റെ ആലോചന അനുസരിച്ചാണ് നമ്മൾ കൂടി വരുന്നത്. അവിടെ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം ലഭിക്കുന്നുണ്ട്, ആ ഓരോ സ്ഥലസഭയുടെയും നടുവിലും. അതുകൂടാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 7 സഭകളുടെ നടുവിലെന്ന്. അപ്പൊ സകല സഭകളുടെയും നടുവിൽ. ആശയം എന്താന്ന് ചോദിച്ചാൽ, ഓരോ സ്ഥലം സഭയും നടക്കുന്നു എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത് വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്.
ആക്റ്റീവായിരിക്കുന്നു എന്നുള്ള. കർത്താവ് എവിടെയെങ്കിലും ഒരു നമ്മളിപ്പോ സ്ഥലം സഭയുണ്ട് കൂടി വരുമ്പോൾ കർത്താവ് അതിന്റെ നടുക്ക് വന്ന് നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു കസേര ഇട്ട് അവിടെ ഇരിക്കുവല്ല. പകരം കർത്താവ് ആക്റ്റീവാണ് അവിടെ. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഓരോരുത്തരും എത്ര ആത്മാർത്ഥതയോടാണ് അവിടെ ഇരിക്കുന്നത്. ശരീരം മാത്രമേ അവിടെ ഉള്ളൂ, മനസ്സ് അവിടെ ഉണ്ടോ? വരാമായിട്ടും വരാതിരുന്നോ? വന്നിട്ട് സമയത്ത് വരാമായിട്ട് താമസിച്ചു വന്നോ? അവിടെ പാട്ട് പാടിയപ്പോൾ അർത്ഥം മനസ്സിലാക്കിയാണോ പാടിയത്? ഹൃദയം ഏകാഗ്രമാക്കിയോ? അവിടെ ധ്യാനചിന്ത പറഞ്ഞത് ശ്രദ്ധിച്ചോ? ദൈവവചനം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ? സമയത്ത് സ്തോത്രം ചെയ്തോ? സമയത്ത് സ്തുതിച്ചോ? സമയത്ത് ആമേൻ പറഞ്ഞോ? ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. അതാണ് നടക്കുന്നു എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ആക്റ്റീവ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മള് ഈ പറഞ്ഞാൽ നമ്മളിപ്പോ വരാതിരിക്കുന്നതിനൊക്കെ നമ്മൾ പാസ്റ്റർ ചോദിക്കുക, എന്താ വരാഞ്ഞത്, എന്താ താമസിച്ചു വന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കുറേ മറുപടി പറയും. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്ററോട് നമുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റു സഹോദരന്മാരോട് നമുക്ക് പറയാം. അവർക്കത് നമ്മൾ പറയുന്നത് രോഗമില്ലാഞ്ഞിട്ട് രോഗം ഉണ്ടായിട്ടാ വരാഞ്ഞെന്ന് പറഞ്ഞാൽ അതുപോലെ അവർ വിശ്വസിക്കുകയുള്ളൂ, നിവർത്തി. പക്ഷെ ഞാൻ പറയും, നമ്മൾ വരാഞ്ഞതിന്റെ കാരണം, ലേറ്റ് ആയതിന്റെ കാരണം, സംബന്ധിക്കാഞ്ഞതിന്റെ കാരണം ദൈവത്തോട് പറയുമ്പോൾ അത് ദൈവം അംഗീകരിക്കുന്ന ഒരു ന്യായമായ കാര്യമായിരിക്കും, ദൈവം അംഗീകരിക്കുന്ന ഒരു എക്സ്ക്യൂസ് ആയിരിക്കും. ഇല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. ദൈവസഭ ദൈവിക ആലോചന പ്രകാരം കൂടി വരുമ്പോൾ, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് കൂടി വരേണ്ടത്. അങ്ങനെ കൂടി വരുമ്പോൾ അതിൽ സംബന്ധിക്കാമായിട്ട് സംബന്ധിക്കാത്തത്, അതിൽ സമയത്ത് വരാമായിട്ട് വരാതിരുന്നെങ്കിൽ, അവിടെ വന്നിട്ട് ശരീരം മാത്രം അവിടെ ഇരിക്കുകയും മനസ്സ് വേറെ വല്ലയിടത്ത് വരുന്നെങ്കിൽ, വേറെ വല്ലതും ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ, അതെല്ലാം ശിക്ഷ വാങ്ങിക്കുന്ന കാര്യമാണ്. അതെല്ലാം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ അറിയുന്ന ലൂക്കോസിന്റെ സുവിശേഷം 5:22 നമ്മൾ വായിക്കുന്ന, അവൻ അവരുടെ ചിന്തകളെ അറിഞ്ഞ്, ചിന്തകളെ 139 സങ്കീർത്തനത്തിലുണ്ട്, അവൻ ദൂരത്തിരുന്ന് നിങ്ങളുടെ നിരൂപണങ്ങളെ അറിയുന്നു. അപ്പോ ചിന്തകൾ പോലും വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ എത്ര ഗൗരവത്തോടെ നമ്മൾ ആയിരിക്കണം, എത്ര അലേർട്ടായിരിക്കണം എന്നുള്ളത് ഒക്കെ നമുക്ക് ആ ഭാഗത്തു നിന്ന് ഓർക്കാനായിട്ട് കഴിയും. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിപ്പാൻ ദൈവം വളരെ കൃപ തരട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്ന ഒന്നാം ഭാഗമാണ് നമ്മളിപ്പോൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി നമ്മൾ അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണത് നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നന്മയുണ്ട്. അത് 2-3 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് നന്മ. നമുക്ക് 2-3 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതായിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അവരുടെ നന്മയാണ് പറഞ്ഞത്. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട നന്മയുള്ള ഒരു സ്ഥലം സഭയായിരുന്നു ഈ എഫെസോ സഭ. നമ്മളത് എണ്ണി നോക്കിയാൽ അറിയാം, 7 നന്മകൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഓരോന്നോരോന്ന് എണ്ണി പോകുമ്പോൾ ചിലപ്പോൾ 8 കാണും. അതിൽ ഒന്ന് സഹിഷ്ണുത 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 8 വരുന്നത്. അതുകൊണ്ട് ആ 2-1 അങ്ങ് നമുക്ക് മാറ്റി വെക്കാം. പോയാൽ 7 നന്മയുണ്ട്. ഒന്ന് അവരുടെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുന്നു. 2 അവരുടെ പ്രയത്നം. 3 സഹിഷ്ണുത. 4 കൊള്ളരുതാത്തവരെ സഹിച്ചു കൂടാഞ്ഞത്. 5 അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത്. 6 കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിച്ചത്. 7 തളർന്നു പോകാഞ്ഞത്. ഇങ്ങനെ 7 നന്മകൾ അവരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തെ 7-ന്റെ പുസ്തകമെന്നും നമ്മൾ ചിലപ്പോൾ വിളിക്കാം. ഒരുപാട് 7കൾ ഇതിലുണ്ട്. 7 നക്ഷത്രമുണ്ട്, 7 സഭകളുണ്ട്, 7 നിലവിളക്കുണ്ട്. ഇവിടെ 7 നന്മകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 7 മുദ്രയുണ്ട്, 7 കലശമുണ്ട്, 7 കാഹളമുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് 7 പ്രാവശ്യം 7 വീതമുള്ള പലതും 7 പൂർണ്ണതയെ കാണിക്കുന്നതാണെന്ന് നമുക്കറിയാം. അപ്പം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്ഥലം സഭയുടെ ഉണ്ടായിരിക്കേണ്ട എല്ലാ നന്മകളുമുള്ള ഒരു സ്ഥലം സഭയായിരുന്നു
ഈ എഫെസോ സഭ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 7 നന്മകൾ അവരെ കുറിച്ച് പറയാനുണ്ട്. നമുക്കിനി അത് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തേത് നിന്റെ പ്രവൃത്തി. അത് ഇതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ അറിയുന്നു എന്നൊരു പ്രയോഗമാണ്. കർത്താവ് പറയാണ്, ഞാനിതെല്ലാം അറിയുന്നു. അത് ഒരു വാക്കത് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. കർത്താവ് സകലവും അറിയുന്നു. നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് അറിയുന്നുണ്ട്, ചെയ്യുന്നില്ലെങ്കിൽ അതും അറിയുന്നുണ്ട്. പിന്നെ ഏത് ലക്ഷ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതും അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ അറിയിക്കാതെ അറിയുന്ന ഒരേ ഒരാള് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്നിൽ അവരുടെ മുമ്പിൽ അവർ കാണത്തക്കവണ്ണം ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് അവരെ അറിയിക്കണം, ഇന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. കർത്താവിനെ ഒന്നും അറിയിക്കേണ്ട. പക്ഷെ ചിലരൊക്കെ ശ്രമിക്കാറുണ്ട്. കർത്താവിനെ അറിയിക്കാനല്ലെങ്കിലും കർത്താവിനെ അറിയിക്കാനും ചിലപ്പോൾ ശ്രമിക്കും, പിന്നെ നാട്ടുകാരെ അറിയിക്കാനും ശ്രമിക്കും. അങ്ങനത്തെ ശ്രമങ്ങളൊക്കെ ഉണ്ട്. അത് കർത്താവ് ഇതെല്ലാം അറിയുന്നു. അറിയിക്കാതെ അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇതെല്ലാം അറിയുന്നു. അപ്പൊ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന അവരുടെ നന്മയിൽ ഒന്നാമത്തേത് അവരുടെ പ്രവൃത്തി അറിയുന്നു എന്നുള്ളതാണ്. പ്രവൃത്തി. അവിടെ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും സൽപ്രവർത്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷ വേലയെ പറ്റി അല്ല പറഞ്ഞേക്കുന്നത്. സുവിശേഷ വേല അടുത്ത വാക്ക. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയത്നം എന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷ വേലയെ പറ്റിയാണ്. ഇവിടെ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സൽപ്രവർത്തികളാണ്. അപ്പൊ ദൈവമക്കൾ, ദൈവസഭ, നമ്മൾ ഓർത്ത് ഇത് നമ്മുടെ സഭയ്ക്കുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ദൈവസഭ, ദൈവ മക്കൾ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം. സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം. നമുക്ക് ചില വാക്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. എഫേസ്യർ 2:10 വായിക്കാം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ബാക്കിയുടെ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നോക്കുക, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. വളരെ മനോഹരമായ പ്രയോഗമാണെന്ന് നമുക്കറിയാമുള്ളത്. കൈപ്പണി എന്ന് പറഞ്ഞാല് ഹാൻഡ് എന്നാണ് അർത്ഥം. ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ്. നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും വീണ്ടെടുത്ത് ഇപ്പൊ ദൈവമക്കൾ എന്നുള്ള പദവി തന്നിരിക്കുന്ന എല്ലാം ഏറ്റവും ബെസ്റ്റാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, കാരണം ഒഴിവാക്കി വേണേ പറയാം. ഇന്ന് നമ്മൾ ഈ മനുഷ്യര് സൃഷ്ടിക്കുന്നതൊന്നും ബെസ്റ്റ് അല്ല. അതുകൊണ്ടാണ് അവരെ ഓരോ വർഷവും, ചിലത് വർഷം തോറും അല്ല, ചിലപ്പോൾ ചില ദിവസം തോറും, ആഴ്ച തോറും, മാസം തോറും ഒക്കെ അത് പരിഷ്കരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ച യാതൊന്നും പരിഷ്കരിക്കേണ്ടതായിട്ടില്ല. നമ്മളെ തന്നെ സൃഷ്ടിച്ചത് 6000 വർഷങ്ങൾക്ക് മുൻപാ. ഇതുവരെ ഇതിനൊരു പരിഷ്കാരം വേണമെന്ന് ആരും ചിന്തിച്ചിട്ടുമില്ല, ചിന്തിക്കത്തുമില്ല, ഒന്നുമില്ല. കണ്ണ് 2 എണ്ണം മുമ്പിൽ ഒരെണ്ണം എടുത്ത് പുറകിലിരിക്കട്ടെ എന്നോ, മൂക്ക് മുമ്പിൽ താഴോട്ടായിരിക്കുന്നത് തലയും മേളോട്ടിരിക്കട്ടെ എന്നോ, അങ്ങനെ ഒന്നും ഒരു ചേഞ്ചും ആരും ഉദ്ദേശിക്കുന്നില്ല. പെർഫെക്റ്റ് ആണ്. അതാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രത്യേകത. അതെങ്ങനെ ദൈവം സൃഷ്ടിച്ച എല്ലാം അങ്ങനെയാണ്. അപ്പൊ ദൈവം നമ്മെ സൃഷ്ടിച്ചത്, നമ്മളെ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ പൊസിഷൻ, ദൈവ മക്കൾ എന്നൊക്കെ പറയുന്നത് അതിന് മേളിൽ ഒന്നുമില്ല. അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മക്കൾ എന്ന് പറയുന്നത് പോലെ ഒന്നുമല്ല. ദൈവമക്കളാണ്, അതിന് ശ്രേഷ്ഠമൊന്നും. അപ്പൊ നമ്മളെ ഹാൻഡ് മെയ്ഡായി, കൈപ്പണിയായി സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, സൽപ്രവർത്തികൾക്കായിട്ട്. അപ്പൊ ഒരു വിട്ടുവീഴ്ചയില്ല. ദൈവസഭ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ഓരോ വിശ്വാസിയും സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം. സൽപ്രവർത്തികൾ മാത്രം ചെയ്യുന്നവരായിരിക്കണം. 100 സൽപ്രവൃത്തി ചെയ്തിട്ട് 101ാമത് ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ 100 എണ്ണം ചെയ്തു സൽപ്രവൃത്തി, ഇനിയിപ്പോ ഒരെണ്ണം ഒരു ദുഷ്പ്രവൃത്തി ഇരിക്കട്ടെ. നോ, സൽപ്രവൃത്തി മാത്രം. അത് ശ്രദ്ധിക്കണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഓർക്കണം അതൊരു സൽപ്രവൃത്തിയാണോ. സൽപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ ഒരു ഡെഫിനേഷൻ പറയണ്ടെന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്ന്, ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം ദൈവനാമ മഹത്വവും മറ്റുള്ളവരുടെ നന്മയും മാത്രമായിരിക്കണം.
ഈ 2 കാര്യങ്ങൾ ലക്ഷ്യമാക്കിയായിരിക്കണം നമ്മുടെ എല്ലാ വാക്കും, നമ്മുടെ എല്ലാ പ്രവൃത്തിയും. ഒന്ന്, അതിന് മുഖാന്തരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. 1. 2, മറ്റുള്ളവർക്ക് നന്മ, ബ്ലെസ്സിങ്സ്, അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ലക്ഷ്യത്തിൽ വേണം നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റും ഭാവവും എല്ലാം എപ്പോഴും അങ്ങനെ തന്നെ വേണം. വിശ്വാസി എന്നൊക്കെ പറയുന്നത് ചെറിയൊരു പദവിയൊന്നുമല്ല. ദൈവമക്കൾ എന്ന് പറയുന്നത് അത് വലിയ പദവിയാണ്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് തന്നെ ഒരു അർത്ഥം. അത് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവം എന്ന് തന്നെ അർത്ഥം വരുന്ന പദമൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് നമ്മൾ ദൈവം ആയെന്നല്ല, പക്ഷെ വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യണം. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തു പോരേണ്ടതിന് അവൻ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്താന്ന് ചോദിച്ചാൽ, ഈ സൽപ്രവൃത്തി ചെയ്യത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെ എല്ലാം ദൈവം നമ്മൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ആവശ്യമുള്ള ഒരാളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയും അവന് കൊടുക്കാൻ 10 രൂപ നമ്മുടെ പോക്കറ്റിൽ തരികയും ചെയ്തിരിക്കുന്നു എന്നൊരു ചിന്ത അതിനകത്തുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ശരീരം കൊണ്ടൊരു സഹായം ചെയ്യേണ്ട ഒരാളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു, അത് ചെയ്യാനുള്ള ശരീരാരോഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ദൈവം ഇത് ഒരുക്കിയിരിക്കുകയാണ്. സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിച്ചിട്ട് സൽപ്രവൃത്തി ചെയ്യാനുള്ള 10 രൂപയും നമ്മുടെ പോക്കറ്റിൽ ഇട്ടേച്ച് സൽപ്രവൃത്തി ആവശ്യമുള്ള ഒരുത്തനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയിൽ കണ്ടു കഴിയുമ്പോൾ നമ്മളത് ചെയ്തിരിക്കണം. പക്ഷെ ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ദൈവം എന്തിനാ എൻ്റെ ഈ 10 രൂപ എൻ്റെ തന്നത്, പിന്നെ അത് ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ദൈവവുമായിട്ടുള്ള വലിയ അടുത്ത ബന്ധം വേണം, ഒരു ഹൃദ്യമായ ബന്ധം വേണം. ശരിക്കും പറഞ്ഞാല് ഹാനോക്കും ദൈവവും തമ്മിലുണ്ടായിരുന്ന ബന്ധം പോലൊരു ബന്ധം വേണം. ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹൃദയം അറിയാൻ പറ്റൂ. നമ്മൾ യൂദയുടെ ലേഖനം 13-14 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ അറിയാം, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ ഹാനോക്ക് എന്ന് പറയുന്നത്. അത് അറിയാൻ സാധിച്ചത് അങ്ങോട്ട് ചേർന്ന് നടന്നതുകൊണ്ടാണ്. നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ ഹിതം അറിയാൻ പറ്റാത്തത് നമ്മൾ ഒരിച്ചിരി അകലം വിട്ടൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ചേർന്ന് നടക്കുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ഇനി സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, ഒരു 5 കാര്യങ്ങൾ. അപ്പൊ സൽപ്രവൃത്തി ചെയ്യണം, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ വേഗം നമുക്ക് തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം എടുത്താൽ ആ പേജിൽ ഉണ്ട് ഈ 5 കാര്യങ്ങൾ. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമായിട്ടാണ് ഉള്ളത്. നമുക്ക് ഓരോ വാക്യം വായിച്ച് 5 കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ട്. 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കും. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്കായിട്ട് മാതൃകയാക്കി കാണിക്കുക. സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കണം. ഇപ്പൊ സൽപ്രവൃത്തി ചെയ്യണമെന്ന് മാത്രമല്ല, നമ്മൾ മാതൃകയായിരിക്കണം എന്ന് പറഞ്ഞാൽ അനേകര് നമ്മളെ കണ്ടു പഠിക്കണം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സൽപ്രവൃത്തി ചെയ്യുന്നതെല്ലാം നാട്ടുകാരെ കാണിക്കണമെന്നല്ല അർത്ഥം, കാണിക്കരുത്. അതൊക്കെ തിരുവഴുത്ത് പഠിപ്പിക്കുന്ന കാര്യം, കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലതൊക്കെ ഉണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ നാട്ടുകാർ അറിയുമല്ലോ, അവര് നമ്മൾ അറിയിച്ചിട്ട് അറിയുമല്ല, അല്ലാതെ അറിയുന്ന സാഹചര്യമുണ്ട്. അറിയുമ്പോൾ നമ്മളെ അവർ മാതൃകയാക്കണം. നമ്മളെ മാതൃകയാക്കത്തക്കോണം. അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ അതിൽ എത്രമാത്രം താല്പര്യമുള്ളവരായിരിക്കണം എങ്കിലേ പറ്റൂ. അത് 1-ാമത്തെ കാര്യം. ഇപ്പൊ സൽപ്രവർത്തികളിൽ മറ്റനേകർ നമ്മളെ കണ്ട് നമ്മളെ മാതൃകയാക്കി അവർ ചെയ്യുന്നവരായി മാറണം. 2, 14-ാം വാക്യം വായിക്കാം, അതേ അധ്യായം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവര് സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. മതി. അവിടെ ഞാൻ ആ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അധർമ്മങ്ങളിൽ നിന്ന് വീണ്ടെടുത്തെന്നൊക്കെ പറയുന്നതൊക്കെ ചിന്തിച്ചാന്നല്ല. നമ്മളെ സൽപ്രവർത്തികൾ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം എന്നാണ് ഒരു പ്രയോഗം അവിടെ. ശുഷ്കാന്തി എന്നുള്ളൊരു വാക്കുണ്ട്. സൽപ്രവർത്തികൾക്ക് ശുഷ്കാന്തി ആയിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ അതിനുവേണ്ടി ഈഗർ ടു വെയിറ്റ് ഫോർ എ ചാൻസ്, നമ്മളൊരു ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കണം. നമുക്കറിയാം, ഈ വന്യമൃഗങ്ങളൊക്കെ അതിന്റെ ഇരയ്ക്ക് വേണ്ടി ഇങ്ങനെ പതുങ്ങിയിരിക്കുകയും ഒരു അവസരം കിട്ടിയാൽ ചാടി വീഴുകയും ചെയ്യുന്ന ഒരാശയം നമുക്ക് എടുക്കാം. ഇതുപോലെ സൽപ്രവൃത്തി ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക, എപ്പോ ഒരു അവസരം വന്നോ ചാടി വീണതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ശുഷ്കാന്തി എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചിന്തിക്കുന്നതല്ല കേട്ടോ. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ചിന്തിക്കാൻ, അയ്യോ അങ്ങനെ ആരും ചിന്തിക്കുന്ന വിചാരിച്ചല്ല പറഞ്ഞ പൊതു കാര്യം ഞാനങ്ങ് പറയുമായിരുന്നു.
നമ്മൾ പല ചെയ്യേണ്ട പല കാര്യങ്ങളും സൽപ്രവർത്തികൾ പലതും നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് 3:1. 3-1. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും. സകല സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കണമെന്നാണ് വായിച്ചത്. എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഒരു കരുതൽ വേണമെന്നർത്ഥം. ഒരു സൽപ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്കൊരു കരുതൽ വേണം. ഉദാഹരണം, സാമ്പത്തികമാണെന്ന് വിചാരിക്കാം. ഒരു സൽപ്രവൃത്തി ചെയ്യേണ്ട കാര്യം വരുമ്പോ അയ്യോ എൻ്റെ പൈസ ഇല്ല, അങ്ങനെ വരരുത്. അതിനുവേണ്ടി ഒരു കരുതൽ, ഒരു മാറ്റിവെക്കൽ എല്ലാ ആഴ്ചയും ചെയ്യണമെന്നാണ് ബൈബിള് പഠിപ്പിച്ചേക്കുന്നത്. അത് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. 1 കൊരിന്ത്യർ 16-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാമെങ്കിൽ അറിയാം. അവരോര് സ്വത്രാഴ്ച ഇടുന്ന കാര്യമല്ല പറഞ്ഞേക്കുന്നത്. സ്വത്രാഴ്ച ഇടണം, അത് വേറെ കാര്യം. അതല്ലാതെ അവരോര് ഒരു ധർമ്മശേഖരമായി നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു ഭാഗം നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ അയ്യോ കൊടുക്കണമെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ നിവർത്തിയില്ലാതെ വരും. അങ്ങനെ വരാതിരിക്കത്തക്കോണം കരുതൽ. അപ്പൊ സമ്പത്തായാലും കൊള്ളാം, അല്ല അവിടുത്തെ കാര്യമൊന്നുമല്ല, നാട്ടും പ്രദേശമൊക്കെ ആണെങ്കിൽ ആയാലും ഒരു ഭക്ഷണം കൊടുക്കുന്ന കാര്യമായാലും കൊള്ളാം. എപ്പോഴായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തരം ഭക്ഷണം കഴിക്കാൻ ആർക്കും കഴിക്കത്തക്കവണ്ണം ഒരു ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു നിരവധി കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മൾ ഒരു ഒരുക്കം ഉള്ളവരായിരിക്കണം, അതിനൊരു കരുതൽ ഉള്ളവരായിരിക്കണം. അതാണ്. ഇനി 3:8 വായിക്കാം. 3-8. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന്. സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. എന്താ അതിന്റെ അർത്ഥം? ശുഷ്കാന്തി പോലെ, ശുഷ്കാന്തി എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചതാ. അത് തന്നെയാണോ? അല്ല. ഇവിടെ ഉത്സാഹമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വന്തം കാര്യത്തിന് കാണിക്കുന്ന ഉത്സാഹം മറ്റുള്ളവർക്ക് സൽപ്രവൃത്തി ചെയ്യുന്നതിലും കാണിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ സ്വന്തം ആവശ്യം വരുമ്പം അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു ഉത്സാഹം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യ് ഒന്ന് മുറിഞ്ഞു, നല്ലതായിട്ടൊന്ന് മുറിഞ്ഞു, സ്റ്റിച്ചൊക്കെ ഇടേണ്ടതാ, നാളെ പോവാൻ ഡോക്ടറെ അടുത്ത്, അങ്ങനെ നമ്മൾ വിചാരിക്കുമോ? ഇമ്മീഡിയറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങ് പോവാ, അല്ലെ വീണു, കൈ ഒടിഞ്ഞു, അല്ലെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ പോവാ. വല്ലവരുടെയും കാര്യത്തിൽ ആ ഉത്സാഹം സാധാരണ കാണിക്കുമോ? കാണിക്കത്തില്ല. അത് കാണിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം കാര്യത്തിന് നമ്മൾ എത്രമാത്രം ഉത്സാഹം കാണിക്കുമോ അത്രയും ഉത്സാഹം നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലും അതുപോലെ ശുഷ്കാന്തി കാണിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഉത്സാഹം കാണിക്കണം എന്നുള്ളതാണ്. ഇനി 3:14 വായിച്ചാൽ 5 കാര്യങ്ങൾ. നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ. സൽപ്രവർത്തികൾക്ക് മുൻപന്മാരായിരിക്കണം എന്ന് പറഞ്ഞാല് ഒരവസരം വരുമ്പോൾ നമ്മളായിരിക്കണം ഒന്നാമത് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും എല്ലാവരും ചെയ്യട്ടെ, അത് കഴിഞ്ഞ് പിന്നെ ആവശ്യം വന്നാൽ ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതി നമുക്ക് പലർക്കും ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അവർ ചെയ്യട്ടെ, ഓരോരുത്തർ പലരുണ്ടല്ലോ, അവർ ചെയ്യട്ടെ, പിന്നെ ആവശ്യം വന്നാൽ, പോരാതെ വന്നാൽ, ആവശ്യം വന്നാൽ ചെയ്യാം എന്ന് ചിന്തിക്കുന്നത്. ഇതും എല്ലാരെക്കാളും മുമ്പേ നമ്മൾ അങ്ങ് ചെയ്യണം സൽപ്രവൃത്തി. ഇതൊക്കെയാണ് ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ സൽപ്രവർത്തികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരെന്നുള്ള ബോധ്യത്തിൽ സൽപ്രവർത്തികൾ ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ ചെയ്യണം. ഒരു വാക്യം കൂടെ ആ ബന്ധത്തിൽ വായിച്ച് നമുക്ക് അടുത്ത അതിലേക്ക് പോകാം. അത് അടുത്ത വാക്യം ഏതാന്ന് ചോദിച്ചാല് ഗലാത്യ ലേഖനം 6:10. ഗലാത്യർ 6:10. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ചിലപ്പോൾ നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾക്ക് സ്നേഹബന്ധം, രക്തബന്ധം, പിന്നെ സഭാബന്ധം, അതൊക്കെ വേണ്ടതാണ് കേട്ടോ, അതെല്ലാം വേണ്ടതാണ്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന സകലർക്കും ചെയ്യണം. രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ചെയ്യണം. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ സ്നേഹിക്കാത്തവർക്കും ചെയ്യണം. നമുക്ക് ഉപകാരം ചെയ്തവരെയും നമുക്ക് ഉപദ്രവിച്ചവർക്കും നമ്മൾ ചെയ്യണം. ഇതാണ് ക്രിസ്തീയ പഠിപ്പിക്കൽ. അതാണ് സകലർക്കും എന്ന് പറഞ്ഞാൽ.
നമ്മുടെ ദേശത്ത് നമ്മളൊരു സഹായം ചെയ്യാൻ തീരുമാനിച്ചു, ഒരു 10 പേർക്ക് അല്ലെങ്കിൽ 50 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരും, ഓ ഇന്ന പുള്ളി എന്നെ ഒരുപാട് ഉപദ്രവിച്ച, എന്നെ ബുദ്ധിമുട്ടിച്ചതാ, എന്നെ കഷ്ടപ്പെടുത്തിയ, കണ്ണീര് കുടിപ്പിച്ച, അവർക്ക് വേണ്ട. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതാണ് സകലർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നിലയിൽ നമ്മൾ സൽപ്രവൃത്തി. എന്നാൽ വിശേഷാൽ കൂട്ടു സഹോദരങ്ങൾക്ക് അതോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാം സ്ഥാനം എപ്പോഴും നമ്മളോട് കൂടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളോട് കൂടെ അപ്പം മുറിക്കുന്ന, നമ്മോട് കൂടെ കർത്താവിനെ ആരാധിക്കുന്നവർ, അവരിൽ ആരെങ്കിലും ഏതെങ്കിലും നിലയിൽ പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവര് പട്ടിണി കിടന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. അവര് വിഷമം അനുഭവിച്ചിട്ട് നമ്മൾ സുഖമായിട്ടിരിക്കുന്നത് ശരിയല്ല. അവരുടെ വിഷമത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കൂട്ടുസൗരങ്ങളുള്ള ബന്ധത്തില് എപ്പോഴും നമ്മുടെ ശ്രദ്ധ സകല കുടുംബങ്ങളിന്മേലും വേണം. ഏതൊക്കെ നിലയിലുള്ള പ്രയാസം അനുഭവിക്കുന്നത്, അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, അറിയാവുന്നിടത്തോളം അറിയുക. മറ്റ് നമ്മുടെ കൂട്ടുസൗരങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്നിടത്തോളം നമ്മൾ അറിയണം. അറിയാവുന്നിടത്തോളം അറിഞ്ഞ് അതിൽ നമുക്ക് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ചിലപ്പോൾ നമ്മുടെ സാമീപ്യം മതിയായിരിക്കും, ചിലപ്പോൾ ഒരു വാക്ക് മതിയായിരിക്കും, ചിലപ്പോൾ ഒരു തലോടൽ മതിയായിരിക്കും, ചിലപ്പോൾ ഒരു ലിഫ്റ്റ് ആയിരിക്കും ആവശ്യം, ചിലപ്പോൾ ഒരു സാമ്പത്തിക ആവശ്യമായിരിക്കും. എല്ലാം നമ്മൾ ചെയ്തേ പറ്റും. നമ്മൾ ഈ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ കയ്യിൽ 100 രൂപ തന്നാൽ നമ്മൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്, ആ 100 രൂപ നമുക്ക് തന്നതാണ്. ആ 100 രൂപയിൽ ദൈവം അത് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു തരുന്നത്. അതിനകത്ത് കുറച്ച് പൈസ നമ്മുടെ അത്യാവശ്യത്തിനുള്ളതാണ്. ആ 100 രൂപയിൽ കുറച്ച് പണം, എത്ര പെർസെന്റ് ദൈവത്തിനറിയാം അത് കൃത്യം എത്ര. കുറച്ച് നമുക്കുള്ളതാണ്, കുറച്ച് ആത്മീയ കാര്യത്തിനുള്ളതാണ്, കുറച്ച് ദരിദ്രക്കുള്ളതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്തായി തന്നേക്കുന്നത്. പക്ഷെ തരുമ്പോൾ നമ്മളോട് ഇങ്ങനെ കണക്കൊന്നും എഴുതി തരുന്നില്ല. 100 രൂപ 40 രൂപ നിനക്ക്, 30 രൂപ സഭയ്ക്ക്, 30 രൂപ പാവങ്ങൾക്ക്, അങ്ങനൊന്നും പറയുന്നില്ല. അത് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. കർത്താവ്, ഇതിൽ എത്ര എനിക്ക് എടുക്കാം, എനിക്ക് ശമ്പളം കിട്ടി അതിൽ നിന്ന് എത്ര എനിക്ക് എടുക്കാം, അതിലെത്ര ഞാൻ സഭയ്ക്ക് കൊടുക്കണം, അതിലെത്ര ഞാൻ പാവങ്ങൾക്ക് കൊടുക്കണം, പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൊടുക്കണം എന്ന് ദൈവത്തോട് ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങളും ആലോചനകളും അറിഞ്ഞ് നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. റോമർ 14:12 ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കണം. നമ്മുടെ കയ്യിൽ നമ്മൾ ജോലി ചെയ്തിട്ടില്ലയോ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ ജോലി ആര് തന്നു? ജോലി ചെയ്യാനുള്ള ബുദ്ധി ആര് തന്നു? ജോലി ചെയ്യാനുള്ള ആരോഗ്യം ആര് തന്നു? നമ്മളൊക്കെ ഇന്ന് സങ്കടപ്പെട്ടിരിക്കുകയല്ലേ? കുവൈറ്റിലെ വലിയ അത്യാഹിതം. ഞാൻ താമസിക്കുന്ന ദേശത്താണ് അതിന്റെ ഉടമസ്ഥന്റെ വീട്, ഇതിനടുത്താണ്. അവിടുന്ന് ഒരുപാട് പേരെ അദ്ദേഹം കൊണ്ടുപോയി. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം, ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അപകടം പറ്റി, എത്രയോ പ്രതീക്ഷയോട് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇത് അപകടം പറ്റി, എപ്പോഴാണ് സംഭവിച്ചു കൂടാത്തത്? എപ്പോഴാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ കഴിയാത്തത്? എപ്പോഴാണ് നമ്മുടെ ബുദ്ധി മന്ദിച്ചു പോകാൻ കഴിയാത്തത്? എപ്പോഴാണ് നമ്മുടെ കൈയുടെ ബലം നഷ്ടപ്പെടാൻ കഴിയാത്തത്? എപ്പോ വേണേലും സംഭവിക്കാം. പക്ഷെ ആരോഗ്യം തന്ന്, കഴിവ് തന്ന്, ബുദ്ധി തന്ന്, ജോലി തന്ന്, അവസരങ്ങൾ തരുമ്പോൾ അതിന് കിട്ടിയ ശമ്പളം മുഴുവൻ എനിക്ക് തന്നാന്ന് വിചാരിച്ചാൽ പോക്കറ്റിലെടുത്ത് ഇടാനായിട്ട് പാടില്ല. അത് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി അത് എത്തേണ്ടിടത്തൊക്കെ എത്തേണ്ട പോലെ എത്തിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞാൻ ആ പ്രവൃത്തികൾ എന്നുള്ള ഭാഗം വിടുകയാണ്. അടുത്തത് പ്രയത്നങ്ങൾ എന്നുള്ള ഭാഗം. രണ്ടാമത് പ്രയത്നങ്ങൾ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും. എപ്പോഴും ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് പ്രയത്നമാണെന്ന് ഓർക്കണം. പ്രയത്നമാണ്. നമ്മൾ കിങ് ജെയിംസ് വേർഷൻ വായിച്ചാൽ അവിടെ ലേബർ എന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. ഹാർഡ് വർക്കാണ് സുവിശേഷ വേല. സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയല്ല, ഒരു ഈസി വർക്കല്ല. അത് കഠിനാധ്വാനമാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഒരു തരത്തിൽ ശരിക്കും കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരു സഭയുടെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് ഒരർത്ഥത്തിൽ ചിലപ്പോൾ ഉറക്കം പോലും വരത്തില്ല. ഓരോരുത്തരെ കുറിച്ചുള്ള ഭാരം,
ആത്മീയമായി പിന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള കഠിനമായ ഭാരം, പിന്മാറിപ്പോകുന്നവരെ കുറിച്ചുള്ള ബാധം, വരാത്തവരെ കുറിച്ചുള്ള ബാധം, തെറ്റിലേക്ക് പോകുന്നവരെ കുറിച്ചുള്ള ഭാരം, എന്തുമാത്രം മുട്ടിന്മേൽ നിൽക്കണം, എന്തുമാത്രം കരയണം, പിന്നെ എന്തുമാത്രം അധ്വാനിക്കണം, ശാരീരിക അധ്വാനം, മാനസിക അധ്വാനം, ആത്മീക അധ്വാനം, ദൈവത്തിന്റെ വചനം പഠിച്ച് പ്രാർത്ഥിച്ച് ഉറക്കളച്ച് ഇരുന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ വചനം പ്രിപ്പയർ ചെയ്യണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിന് എന്തൊക്കെ ആവശ്യമെന്ന് നമുക്കറിയില്ല. ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോൾ എനിക്ക് അധികം പേര് അറിയത്ത് തന്നെ ഇല്ലല്ലോ. പക്ഷെ ദൈവത്തിന് എല്ലാവരെയും അറിയാം. ദൈവത്തിന് എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയാം, ഹൃദയത്തെ അറിയാം. ആ ആവശ്യം അനുസരിച്ചുള്ള വചനമാണ് ദൈവം എന്നിലൂടെ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന 1000 സെന്റൻസ് സംസാരിക്കുന്നെങ്കിൽ 2 or 3 ഒരാൾക്കായിരിക്കും, അത് വേറെ 2 or 3 ആയിരിക്കും വേറെ ആൾക്കാർ. ദൈവത്തിന് മാത്രമേ അറിയൂ. കർത്താവിൽ നിന്ന് അപ്പൊ പ്രാപിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം കാര്യങ്ങൾ ചെയ്തോളൂ. അപ്പൊ അങ്ങനെ കഠിനാധ്വാനാണ് അതായത് കർത്താവിന്റെ വേല എന്ന് പറയുന്നത് കണ്ണുനീരും വേർപ്പും ഒരുപോലെ ഒഴുക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഫലകരമാകുന്നത്. ഒന്നാമത് കണ്ണുനീര്, 2 വേർപ്പ്. ഇത് രണ്ടുമില്ലാത്ത പ്രവർത്തനമല്ല. വളരെ അധ്വാനമുള്ളതാണ്. തിരുവെഴുത്ത് വായിച്ചാൽ അറിയാം, അവിടെ എല്ലാം ഹാർഡ് വർക്ക് എന്നർത്ഥം വരുന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1-2 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 15:10. 1 കൊരിന്ത്യർ 15:10. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഞാൻ അത്യന്തം അധ്വാനിച്ചു. ഞാൻ പലപ്പോഴും ഓർക്കേണ്ടത് സുവിശേഷ പ്രവർത്തനം എന്നല്ല പറയേണ്ടത്, സുവിശേഷ പ്രയത്നങ്ങൾ എന്ന് വേണം പറയാൻ. എപ്പോഴും സുവിശേഷ പ്രവർത്തനമൊക്കെ ഇപ്പം വളരെ ലാഘവമായി, കളിചിരിയായി, തമാശയായി ഒക്കെ ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഈവൻ പരസ്യ യോഗങ്ങൾ തന്നെ, കഴിഞ്ഞ ദിവസം എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു പരസ്യയോഗം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമൊക്കെ ഇവിടെ വചനം ശുശ്രൂഷിച്ച ദൈവദാസൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹം പവർ വിഷനിലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് അദ്ദേഹം ഞാൻ കണ്ടു വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരൊരു 10-15 പേരുണ്ടായിരുന്നു. പാട്ടുപാടി പ്രാർത്ഥിച്ച ശേഷം ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ച എല്ലാവരും 4 വഴിക്ക് പോയി. 2 പേരും പിന്നെ ഒരു കാപ്പിക്കടയിലോട്ട് പോയി, 2 പേര് മാടക്കടയിൽ പോയി, 2 പേര് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. താൻ ഒറ്റയ്ക്ക് അവിടെ വന്ന് പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഒരുമിച്ച് നിന്ന് പാടി, ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ മുഴുവൻ പേരും പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. എന്തിനാ അദ്ദേഹത്തെ ഓർപ്പിക്കുകയുണ്ടായി? പിന്നിൽ നിന്ന് അത് തീരുന്നവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണം, ഹൃദയങ്ങളെ സ്പർശിക്കപ്പെടണം. അത് ഈസി ആയിട്ട് അങ്ങോട്ട് അവിടെ അവരോടും വർത്താനം പറഞ്ഞ് ഇവരോടും വർത്താനം പറഞ്ഞ് അതെല്ലാം ഇത് കഴിഞ്ഞ് വർത്താനം പറയുമ്പോൾ ട്രാക്ട് കൊടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ചുറ്റുപാടും പോയി ട്രാക്ട് കൊടുക്കുകയോ ചിലരോട് സംസാരിക്കുകയോ ഇങ്ങനെ ഗൗരവമായി ചെയ്യുന്നില്ല. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഇപ്പൊ പരസ്യയോഗമാണെങ്കിൽ എവിടെയാണ് ആ ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങണം. ദൈവം നിർദ്ദേശിക്കണം. അവിടെ ആരാണ് പാടേണ്ടത്, അവിടെ ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, അവിടെ ആരാണ് വചന ശുശ്രൂഷ ചെയ്യേണ്ടത്, ഇതെല്ലാം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യണം. ഇല്ലെങ്കിൽ ഒന്നും ഫലകരമാകത്തില്ല. വളരെ ഗൗരവത്തോട് കാണേണ്ട കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കേട്ടോ, ഞാൻ അത്യന്തം അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗലാത്യർ 4:11 വായിച്ചാട്ടെ. ഗലാത്യർ 4:11. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് എല്ലാം, ഞാൻ ഓടിയതും അധ്വാനിച്ചതും തിരുവഴുത്ത് പഠിച്ചാൽ അവിടെ എല്ലാം അങ്ങനെയാണ്. ഇനിയും ഒരു പഴയ നിയമത്തിൽ നിന്ന് ഈ ആശയം നമുക്ക് കിട്ടുന്ന ഒരു വാക്യം വായിച്ചാട്ട്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. രൂത്ത് 2:7. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു. നോക്കുക, ഒരാശയം അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രം അത് വായിച്ചത്. അവൾ വേല ചെയ്യുന്ന കാര്യമാണ്. അവൾ എപ്പോൾ ഒത്തിരി ആശയങ്ങളുള്ള ഒരു വാക്യമാണ്. വിശദീകരിക്കുന്നില്ല അധികം. അവള് ബത്ലഹേമിലേക്ക് വന്നു. ബത്ലഹേം എന്ന് പറഞ്ഞാല്
ദൈവഭവനം എന്നാണ് അതിന്റെ ആത്യന്തികമായ അർത്ഥം. വേറെ അർത്ഥത്തിലൂടെ അവിടെ എത്തുന്നത്. അപ്പൊ ദൈവഭവനം അല്ല, രക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥം. അവൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവള് അപ്പൊ തന്നെ വേലയ്ക്ക് ഇറങ്ങി എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവര് അത് മനസ്സിലാകുമല്ലേ? ഞാനത് വിശദീകരിക്കാതെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് അവള് മോവാബി പെൺകുട്ടിയാണ്. മോവാബ് എന്ന് പറഞ്ഞാല് വാഷ് ബേസിൻ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവൾ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു, നിന്റെ ദൈവം എന്റെ ദൈവം. ആ തീരുമാനത്തിലാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. ആ തീരുമാനം എടുത്തപ്പോഴാണ് ബെത്ലഹേമി വന്നത്. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബെയ്ത്ത് ലഹേം. ബെയ്ത്ത് വീടും ലഹേം അപ്പവുമാണ്, അപ്പത്തിന്റെ വീട്. അപ്പം യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വീട്ടിൽ അവള് വന്നു, അല്ലെങ്കിൽ ദൈവഭവനത്തിൽ രക്ഷിക്കപ്പെട്ടു. അവള് വന്നു, വീട്ടിൽ അല്പനേരമേ വിശ്രമിച്ചുള്ളൂ, അപ്പോഴേ വേലക്കിറങ്ങി. രക്ഷിക്കപ്പെട്ട അപ്പം മുതൽ വേല ചെയ്തോണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കഴിയട്ടെ, 2 ദിവസം കഴിയട്ടെ അല്ല, അന്നേരം മുതൽ കർത്താവിന്റെ വേല ചെയ്യണം. അവർക്ക് ചെയ്യാവുന്ന നിലയിൽ ചെയ്തിരിക്കണം. ആവുന്ന ചെയ്താൽ മതി. അങ്ങനെയാ ബൈബിള് പഠിപ്പിക്കുന്നത്. നമ്മൾ എല്ലാവരും പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കണമെന്നോ, എല്ലാവരും ട്രാക്ട് കൊടുക്കാൻ ട്രാക്ട് കൊടുക്കണമെന്നോ, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്താൽ. ട്രാക്ട് കൊടുക്കാൻ കഴിയുന്നവർ ചെയ്തിരിക്കണം, പ്രസംഗിക്കാൻ കഴിയുന്നവർ പ്രസംഗിക്കണം, ഭവന സന്ദർശനം നടത്താൻ കഴിയുന്നവർ ചെയ്യണം, പ്രാർത്ഥിക്കാനേ കഴിയുള്ളെങ്കിൽ അത് മതി, കാശ് കൊടുക്കാനേ കഴിയുള്ളെങ്കിൽ അത് മതി. പക്ഷെ പോയി ചെയ്യാൻ കഴിയുന്നവർ കാശ് കൊടുത്തു വെച്ച് വീട്ടിൽ ഇരുന്നാൽ പറ്റുകയില്ല. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണം. തിരുവഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. യാഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കാമെങ്കിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാമോ അത് നമ്മൾ ചെയ്തിരിക്കണം. അത് വിശ്രമമൊക്കെ അങ്ങ് ചെന്നിട്ട കർത്താവിന്റെ അടുക്കൽ. നമ്മള് വായിക്കാതെ ഞാനൊരു വാക്യം മാത്രം പറയാം. നമ്മള് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30-31 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാതെ നിങ്ങൾ അധ്വാനിക്കായിരുന്നു. നിങ്ങൾ ഇനിയും അല്പനേരം എൻ്റെ അടുക്കൽ വന്ന് വിശ്രമിച്ചോളാൻ പറയുന്നുണ്ട്. വലിയൊരാശയമുണ്ട് അതിനകത്ത്. ഇവിടെ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നാള് ദൈവമക്കൾ, അത് പാസ്റ്ററിന്റെയോ സുവിശേഷന്റെയോ മാത്രം ജോലി അല്ല എന്ന് ഓർക്കുക. എല്ലാ രക്ഷിക്കപ്പെട്ടവരും ഇവിടെ കഠിനാധ്വാനം ചെയ്യണം. കർത്താവിന്റെ വയലിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. വിശ്രമം അവിടെ ചെന്നിട്ടാണ്, കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ടാണ് വിശ്രമം. അതുവരെ ഇവിടെ വിശ്രമം ഒന്നും പരമാവധി ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യണം. ഏതൊക്കെ നില ചെയ്യാമോ ചെയ്യണം. അതാണ് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വേല ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കായി തന്നെ, കഠിനാധ്വാനമായി തന്നെ ചെയ്യണം. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ചെയ്യണം, വേർപ്പൊഴുക്കിക്കൊണ്ട് ചെയ്യണം. അതിന് വരുന്ന ആളുകൾ കർത്താവ് സഹായിക്കട്ടെ. എഫെസോ സഭയ്ക്ക് നമ്മൾ കാണുന്നത് അവര് പ്രയത്നിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിച്ചാൽ അത് കുറച്ച് മുന്നോട്ട് പോകും. ഞാൻ അധികം വിശദീകരിക്കാതെ അതുകൂടെ പറഞ്ഞ് നമ്മൾ സമയത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുക. മൂന്നാമത്തേത് സഹിഷ്ണുതയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ സഹിഷ്ണുതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സഹിഷ്ണുത കൂടാതെ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല എന്നുള്ളതാണ്. ചില വാക്യങ്ങൾ വായിച്ച് വേഗം നമുക്ക് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. ചില കാര്യങ്ങൾ മാത്രം വേഗം പറയാം. ആദ്യം വായിക്കേണ്ടത് 2 തീമോഥെയോസ് 2-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാം. 2 തീമോഥെയോസ് 2:2. 2 തീമോഥെയോസ് 2:2. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. 2 തീമോഥെയോസ് 3 വായിച്ചേ. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഞാൻ ആ വാക്യം ഉദ്ദേശിച്ചത്. ഓക്കെ. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക. കഷ്ടതയിൽ വലിയ സഹിഷ്ണുത കാണിക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസികൾ. നമ്മൾ ഓർക്കേണ്ടതുപോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത നിറഞ്ഞതാണെന്ന് ഓർക്കണം. ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. തിരിച്ച് പഠിപ്പിക്കുന്ന ചിലരുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. ചിലരുണ്ടാവാം. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നാൽ പിന്നെ പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാവാം. എന്നാൽ അങ്ങനെയല്ല. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നാൽ നിരവധി പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ട്.
അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. ഞാൻ 2 കാരണങ്ങളാൽ മെസ്സേജ് ഇപ്പൊ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാക്ഷ്യനാഥൻ തുടങ്ങാൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സംബന്ധിച്ച എല്ലാവർക്കും സ്നേഹവന്ദനം. താങ്ക് യു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ 3-ാം ദിവസവും ക്ലാസ് വളരെ നന്നായി എടുക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിന്റെ രാത്രിയിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഷിജോ പീറ്റർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ പാദത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവിന്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസ്സുകൾ നമുക്ക് എടുക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ അടുത്ത മീറ്റിങ്ങുകൾക്കൊക്കെ അടുത്ത ക്ലാസ്സുകൾക്കൊക്കെ നമുക്ക് പങ്കെടുക്കാം. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഷിജോ പീറ്റർ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പച്ച. വന്ന സമയം മുതൽ ഇതുവരെയും കർത്താവെ നിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ശ്രവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അല്പനേരം കർത്താവിന്റെ വചനത്തിന് മുമ്പിലായിരുന്നല്ലോ. കർത്താവെ, തിരുവെഴുത്ത് ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം കേൾക്കുക മാത്രമല്ല അത് ചെയ്യുന്നവരായിരിക്കാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ നീ അവിടുന്ന് ഓർപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ വ്യക്തി ജീവിതവും ഞങ്ങളുടെ സഭയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിപാലിപ്പാൻ കർത്താവെ, വേണ്ട രീതിയിൽ പുളിപ്പില്ലാതെ കർത്താവെ നല്ല രീതിയിൽ ഞങ്ങളുടെ ജീവിതം കാഴ്ചവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരു വട്ടം കൂടി കർത്താവെ അതൊക്കെ ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം വളരെ ക്ഷണികമാണല്ലോ കർത്താവെ. കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾ കർത്താവെ ഏഴുകളും പുഴക്കളും മാത്രമാണ്. എങ്കിലും ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ മേലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. തിരുവെഴുത്ത് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നല്ലോ കർത്താവെ, അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിലെ മർമ്മങ്ങളെ കർത്താവെ ഞങ്ങൾ ഗ്രഹിപ്പാനുള്ള കൃപയും ബലവും കർത്താവ് അവിടുന്ന് ധാരാളമായിട്ട് പകർന്നു തരണമേ കർത്താവെ. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടതായ ശക്തിയും ബലവും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, വചനം വരും ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ഈ വചനങ്ങളിൽ മുഖാന്തരം ഞങ്ങൾ ഇവിടെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് വചനം പറഞ്ഞ തന്റെ വൃത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന കർത്താവെ ബലത്തിനായും കൃപയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. തന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തന്റെ വേലയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എവിടെയായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ മകനോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. തുടർന്നും അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവിനെ കാട്ടിക്കൊടുക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന കർത്തദാസൻ എന്ന നിലയിൽ കർത്താവെ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കിയ നല്ല കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തന്റെ സമയം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ദേവദാസന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. മേൽക്കുമേൽ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോഗ്യത്തെയും ബലത്തെയും പൂർണ്ണമായി അവിടുന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പനേരം നിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിച്ചല്ലോ കർത്താവെ. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ദേവദാസനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അവിടുന്ന് താഴ്ത്തി പരമേൽപ്പിക്കുന്നു. വരും ദിവസങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് കാണുവാൻ സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കുമാറാകണം എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നൽകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, നൽകിയ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് സ്വീകരിച്ചാൽ നന്ദി. വരുവനായി ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് ആഴ്ചയും വെച്ച കർത്താവിന്റെ ശുദ്ധവുമായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പി നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും ഇന്ന് രാത്രി കേട്ട ക്ലാസ്സിനോട് കൂടെയും ഭൂലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് നമ്മെല്ലാം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയ സ്നേഹത്തെയും ഈ രാത്രിയിൽ അറിയിക്കുന്നു. കർത്താവിന്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്ന് വചനം ശുശ്രൂഷ കർത്താവിന്റെ ദാസന അനിയൻ വർഗീസ് അവരോടുള്ള നന്ദിയ സ്നേഹത്തെയും ഇന്ന് രാത്രി ദൈവസഭയായി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി
അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you all. താങ്ക് യു. Thank you. താങ്ക് യു. Thank you. പ്രൈസ് ലോർഡ്. Praise the Lord.